ആദ്യ ബാച്ചിലെ സൈലം റിപ്പീറ്റർ ക്യാമ്പസിലേക്ക് എത്തിയ ആയിരക്കണക്കിന് കുട്ടികളെ കാണാനാണ് കാലിക്കറ്റിലെ ഓഡിറ്റോറിയത്തിലേക്ക് ഇപ്പൊ ഞാൻ കയറാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്ന കുട്ടികളെല്ലാം അടുത്ത പ്രാവശ്യം നീറ്റ് ജെഇ ക്രാക്ക് ചെയ്ത് എയിംസ് IIT പോലെയുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സ്വപ്നം കണ്ട് എത്തിയവരാണ്. അവർക്ക് ഒരു ഫസ്റ്റ് ഡേയിലെ ഓറിയന്റേഷനും അവർക്കൊരു കോൺഫിഡൻസ് നൽകുന്ന സെഷനുമാണെന്ന്. അത് നിങ്ങൾക്കായിട്ടും കൂടെ എന്ത് ചെയ്യാണെന്ന് പങ്കുവെക്കുകയാണ്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? നീറ്റ് ജെഇ നിങ്ങൾക്കറിയാം ഇപ്പോൾ വന്ന് ഒരേപോലെയായി മാറിയിരിക്കുന്നു. ലാസ്റ്റ് ഇയർ നീറ്റ് എക്സാമിനേഷനോടുകൂടി തന്നെ നീറ്റിനും ജെഇ അഡ്വാൻസ് വരെയും ഒരേ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ വേണമെന്നുള്ളതാണ് ലാസ്റ്റ് എക്സാമിനേഷൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? യെസ് ഓർ നോ? അപ്പം ലാസ്റ്റ് ഇയർ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത് രണ്ടിന്റെയും പ്രിപ്പറേഷൻ സെയിം ആയിരിക്കണം. 700 മാർക്ക് മേടിച്ചാൽ എയിംസ് കിട്ടുള്ളെങ്കിൽ ഇത്തവണ ചിലപ്പോൾ അത് 650 640 താന്നിട്ടുണ്ടാവും 720 മേടിക്കുന്ന സ്ഥാനത്ത്. എന്ന് പറയുന്ന പോലെ പണ്ട് MBBS കിട്ടണമെങ്കിൽ 660 കിട്ടണമെങ്കിൽ ഇപ്പൊ അതിന് 540 530 കിട്ടുന്ന രീതിയിലേക്ക് മാർക്ക് കുറയും. കാര്യം 1 മിനിറ്റ് കൊണ്ട് ജെഇ അഡ്വാൻസ് പ്രോബ്ലംസ് നീറ്റിലുള്ള ആർക്കും എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പലരും അത് സ്കിപ്പ് ചെയ്യും. അപ്പം ഐഡിയൽ ആയിട്ട് എങ്ങനെയാണ് ഒരു ഡിഫിക്കൽട്ട് എക്സാമിനെ ഫേസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ജെഇ അഡ്വാൻസ് അല്ലെങ്കിൽ ജെഇ മെയിൻ ഇതെല്ലാം ലോ സ്കോറിംഗ് ആണ്. അതുപോലെ തന്നെ നീറ്റും ഇപ്പോൾ എന്തായി മാറി? ലോ സ്കോറിംഗ് ആയി മാറി. ഞാൻ ലോ സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി, നീറ്റ് പണ്ട് ഹൈ സ്കോറിംഗ് ആയിരുന്നു. അതായത് 720 680 മാർക്കിന് മുകളിൽ മേടിച്ചാലേ നിങ്ങൾക്ക് ഒരു കേരള ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കിട്ടുള്ളൂ. ഹൈ സ്കോറിംഗ്, ബിക്കോസ് ഹൈ സ്കോർ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? അഡ്മിഷൻ കിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് ഒരു ലോ സ്കോറിംഗ് ആയിട്ട് മാറുകയാണ്. ജെഇ മെയിൻ ഒരു ലോ സ്കോറിംഗ് ആണ് ഓൾറെഡി. ഫോർ എക്സാമ്പിൾ 300-ൽ 150 മാർക്ക് മേടിച്ചാൽ ചില ഷിഫ്റ്റിലൊക്കെ നിങ്ങൾക്ക് NIT ഉറപ്പിക്കാം. 300-ൽ പകുതി മാർക്ക് മേടിച്ചാൽ മതി, 150 മാർക്ക്, വിച്ച് മീൻസ് അതൊരു ലോ സ്കോറിംഗ് ആണ്. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടോ? ജെഇ അഡ്വാൻസും ലോ സ്കോറിംഗ് ആണ്. അതായത് കുറച്ച് മാർക്കിൽ ഹയർ റാങ്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. കാര്യം എക്സാം ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് അവിടെ എല്ലാത്തിനും ഉത്തരം എഴുതുക എന്നുള്ളതല്ല, നിങ്ങൾക്കറിയാവുന്ന അല്ലെ നിങ്ങൾ പഠിച്ച ആ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ പെറുക്കി എഴുതി അതിൽ ഏറ്റവും നല്ല മാർക്ക് ബെറ്റർ മാർക്ക് നേടുക, അല്ലാതെ ഏറ്റവും ഹയർ മാർക്ക് നേടുക എന്നുള്ളതല്ല. വിച്ച് മീൻസ് ഇത് ലോ സ്കോറിംഗ് എക്സാം ആണ്. അപ്പൊ നീറ്റും ഒരു ലോ സ്കോറിംഗ് എക്സാം ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. 720-ൽ 520 വാങ്ങിയാലും നിങ്ങൾ മനസ്സിലാക്കണം, 720-ൽ 530 വാങ്ങിയാലും MBBS കിട്ടും. അപ്പം എല്ലാം ഒരു ലോ സ്കോറിംഗ് എക്സാംസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലോ സ്കോറിംഗ് എക്സാംസിൽ നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയുള്ള എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്തവണ പല കുട്ടികൾക്ക് നേരിട്ട് പ്രശ്നം എന്ന് പറയുന്നത് അത് സൈലത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും. കാര്യം കഴിഞ്ഞ 16 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലമായിട്ട് ഈ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ആ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാൽ കുട്ടികൾ തന്നെ പറയുന്നത് അയ്യോ ഇത് ഹൈ ലെവൽ, ഇത് നീറ്റിനൊന്നും വരുന്നില്ല, ഞങ്ങൾ പഠിക്കില്ല. പക്ഷെ ഇത്തവണ ഒരു എക്സാമ്പിൾ വന്നതോടുകൂടി തന്നെ ചിലപ്പോൾ അടുത്തവണ നീറ്റ് എളുപ്പമായിരിക്കും, പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഡിഫിക്കൽട്ട് ആയാലും അതിനെ ഫേസ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഹൈ ലെവൽ എക്സാം ഇടുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതിന്റെ എന്റെ മാർക്ക് കുറഞ്ഞാലും അത് എന്റെ മാത്രം മാർക്കല്ല, പരീക്ഷ ചെയ്യുന്നവരുടെ എല്ലാവരുടെയും മാർക്ക് കുറയുമെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ ഈ പ്രാവശ്യം എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന അയ്യോ എനിക്ക് എങ്ങനെയെങ്കിലും 650 വാങ്ങണം. അപ്പൊ ഒരു 10 ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ അപ്പൊ തന്നെ 40 മാർക്ക് പോയി, 20 കിട്ടിയില്ലെങ്കിൽ അപ്പൊ തന്നെ 80 മാർക്ക് പോയി, എന്റെ MBBS പോയെന്ന് ചിന്തിക്കരുത്. ഫ്രം ദി ഫസ്റ്റ് എക്സാം ഓൺവേർഡ്സ് സോർട്ടിംഗ് ഉണ്ടാകും ഈ കൊല്ലം. മീൻസ് ബാച്ചുകൾ സോർട്ട് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും ബേസ്ഡ് ഓൺ യുവർ മാർക്ക്, ബേസ്ഡ് ഓൺ യുവർ പെർഫോമൻസ്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ മാർക്ക് കുറവുള്ള ആളുകളെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത്തവണ. മാർക്ക് കൂടിയ ആളുകൾ അവർ മാർക്ക് മേടിക്കുന്നുണ്ട്. മാർക്ക് കുറഞ്ഞ ആളുകളിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെ ഇത്തവണ നമ്മൾ എന്ത് ചെയ്യും? മാർക്ക് കുറഞ്ഞ ആളുകളെ ഏറ്റവും ഫസ്റ്റ് മന്ത് കൊണ്ട് ഈ ബേസിക്സ് കഴിഞ്ഞാൽ ഉടനെ ഒരു എക്സാം ഉണ്ടാവും. ദെൻ ഫസ്റ്റ് റൗണ്ട് നിങ്ങളെ സോർട്ട് ചെയ്യും. ആൻഡ് ഒരു കാര്യം കൂടെ പറയാം, അത് ക്ലാസ് റൂമിൽ മാത്രമായിരിക്കത്തില്ല, ഹോസ്റ്റലിലും സോർട്ടിംഗ് ഉണ്ടാകും. നിങ്ങളുടെ ഹോസ്റ്റലിലെ മുറികൾ ഫിക്സഡ് ആയിരിക്കില്ല, ഇറ്റ് വിൽ സോർട്ട്. ആഫ്റ്റർ എവറി മന്ത് എന്ത് ചെയ്യും? നമ്മൾ ഹോസ്റ്റലുകൾ സോർട്ട് ചെയ്യും. സിമിലർ ക്ലാസ് നടക്കുന്ന ഹോസ്റ്റലുകൾ ഉണ്ട്, ആ ഹോസ്റ്റലുകളിൽ സോർട്ട് ചെയ്ത് വരും. വിത്തിൻ ദ ഹോസ്റ്റൽ തന്നെ നിങ്ങളുടെ ഫ്ലോറുകളും സോർട്ട് ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? ബേസ്ഡ് ഓൺ ദാറ്റ് നിങ്ങൾ ഏത്
അതായത് നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അധികം ഒന്നും തൊടൂല. പെർഫോം ചെയ്യാത്ത ആളുകളെ മെന്റേഴ്സിന് അടുത്തുള്ള റൂമിൽ കൊണ്ടുവരും. നിങ്ങൾ എത്ര നേരം പഠിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കൂടെ ഇരുത്തി പഠിപ്പിക്കും. അങ്ങനെ നിങ്ങളെ റിസൾട്ടിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള സോർട്ടിങ് ഇത്തവണ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആണ്. സൈലം സ്ട്രിക്റ്റ്. ഹോസ്റ്റലിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾ എന്താണ് ഈ പറയുന്ന സോർട്ടിങ് കഴിഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ നമ്മൾ അതും കൂടെ എന്ത് ചെയ്യുകയാണ്, കൊണ്ടുവരികയാണ്. കുറച്ചും കൂടെ എന്ത് ചെയ്യുകയാണ്, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഹോസ്റ്റലിലും ഈ പറയുന്ന ഒരു ഇയറേ ഉള്ളൂ നമുക്ക്. ആ ഒരു ഇയർ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ മുറിയിൽ ഇരിക്കുന്ന ഫ്രണ്ട്സിനെ അടുത്ത മാസം കാണണമെന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? സന്തോഷം. എങ്ങനെയെങ്കിലും ശല്യം പൊക്കോട്ടെ. അപ്പം നാളെ വേറൊരാളായിരിക്കാം വരിക ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും. ബിക്കോസ് എങ്കിൽ മാത്രമേ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഈ എൻട്രൻസ് 1 ഇയർ നിങ്ങളുടെ കൂടെ കാണുന്ന ഒരാളുടെ കൂടെ ആയിരിക്കും നിങ്ങൾ ഒരുപാട് എന്ത് ചെയ്യും, അടിച്ചു പൊളിച്ച് തകർക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരിക്കും ചില ആളുകൾ. പക്ഷെ ഇവരൊന്നും അടുത്ത വർഷം നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. ഒരാള് പോലും എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ കാണുന്ന പലരും പല കോളേജിലേക്കാണ് പോകുന്നത്. ചില ആൾക്കാർ കേരളത്തിലുള്ള കോളേജ് ആയിരിക്കും, ചില ആൾക്കാർ ഔട്ട് ഓഫ് കേരള കോളേജ് ആയിരിക്കും. ഇവരൊന്നും നിങ്ങളുടെ ലൈഫില് ഈ വർഷം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. അത് നിങ്ങളുടെ ചേട്ടന്മാരോട് ചേച്ചിമാരോട് ചോദിച്ചാൽ മതി. എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കണ്ടുമുട്ടിയ ഒരാളും ലൈഫില് പിന്നീട് ഉണ്ടാവുന്നില്ല. നിങ്ങളുടെ കൂടെ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. 10ാം ക്ലാസ്സിൽ നിങ്ങളുടെ കൂടെ പഠിച്ച എത്ര പേര് നിങ്ങളുടെ കൂടെ ഇപ്പൊ ഉണ്ട്? എത്ര പേരുണ്ട്? കൂടെ ഉണ്ടോ? ആരാ ഇപ്പൊ ഉണ്ടോന്ന് ഞാൻ ചോദിച്ചു. ഇവിടെ ഇരിപ്പുണ്ടോ? കസേരയുടെ അടുത്ത് ഇരിപ്പുണ്ടോ? മാരണം പോകുന്നില്ല. 10ാം ക്ലാസ്സിൽ തുടങ്ങിയതായി 1ാം ക്ലാസ് തൊട്ട് ഇങ്ങനെ ഇരിക്കുക, പോകുന്നില്ല. പക്ഷെ വളരെ കുറവാണ്. നിങ്ങൾ നോക്ക് എത്ര പേരുണ്ട്? 1 or 2 പേര് അവിടെ ഇവിടെ എന്ത് ചെയ്യുന്നു പറയുന്നുണ്ട്. +2 കഴിഞ്ഞ് എത്ര പേരുണ്ട്? ഉണ്ടാവാം കുറച്ചും കൂടെ അല്ലെ. +2 കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കുന്ന ഒരു 5 or 6 പേര്, ചിലപ്പോൾ 5 or 6 പേഴ്സിനെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ +2 എന്റെ കൂടെ ഉള്ള, +2 എന്റെ കൂടെ ഉള്ള എന്ന് പറയുന്ന ഒരു 3, 4, 5 പേരുണ്ടാവും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ +2 കഴിഞ്ഞവര്, ഈ എൻട്രൻസിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരൊന്നും നിങ്ങൾ കോളേജിൽ ചെല്ലുമ്പോൾ ഉണ്ടാവില്ല. പക്ഷെ കോളേജിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന പലരും ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഞാൻ പറയുന്ന മറ്റേ ലൈഫ് പാർട്ട്ണറിന്റെ കാര്യമല്ല, അതല്ല ഞാൻ സംസാരിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ്, പ്യുവർ ഫ്രണ്ട്ഷിപ്പ്. ഞാൻ പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന അത് എന്ത് രീതി നിങ്ങൾ കണ്ടാലും അതൊന്നും ലൈഫിൽ കൂടെ ഉണ്ട്. ഫ്രണ്ട്ഷിപ്പ്, പ്യുവർ ഫ്രണ്ട്സ് എന്ന് പറയുന്ന കോളേജ് ലൈഫിൽ നമ്മൾ കണ്ടുമുട്ടിയ ഒരു 3, 4, 5 പേരായിരിക്കും. അവര് നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും. ഞാനിപ്പോ പറയും, എനിക്കിപ്പോ ഞാൻ വിളിച്ചാൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്ന ഒരു 5 പേരുണ്ടെങ്കിൽ ഫസ്റ്റ് വിളിക്കുക ജോസ്, അമൽ ജോസ്. എൻ്റെ കൂടെ MBBS 5.5 കൊല്ലം പഠിച്ച ആളാണ്. ഞാനും അവൻ്റെ തമ്മിൽ വ്യത്യാസം എന്താ? ജയിച്ചാൽ ഒരുമിച്ച് പരീക്ഷയ്ക്ക് ജയിക്കാം, തോറ്റാ ഒരുമിച്ച് തോക്കാം എന്ന് കോളേജിൽ പറഞ്ഞ് പഠിക്കുന്ന, കുത്തിയിരുന്ന് ഒരുമിച്ച് പഠിക്കുന്ന ആളാണ് ഞങ്ങളുടെ കൂടെ. അവനിപ്പം ഓർത്തോപീഡിക്സ് തൃശ്ശൂർ ഫൈനൽ ഇയർ PG കഴിഞ്ഞു. ഇപ്പം അവിടെ സീനിയർ റെസിഡന്റ് ആയിട്ട് അടുത്തേക്ക് കയറാൻ വേണ്ടി പോകുന്ന അടുത്ത ആൾ. അവന് ഞാനായിട്ട് ബന്ധം വെച്ചാൽ സൈലം എന്ന പേരിട്ടത് അവനാണ്. സൈലം എന്ന നെയിം കൊടുത്തത് അവനാണ്. ഇറ്റ്സ് ലൈക്ക് എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്റെ കൂടെ ഉണ്ടാക്കിയ ആള് എന്റെ കോളേജിൽ പഠിച്ച ആളാണ്. ഞാൻ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എപ്പോഴും എന്ത് പ്രശ്നം വന്നാലും ഡിസിഷനിൽ ഞാനൊരു ഒരു പേഴ്സണൽ ലൈഫിലായാലും എവിടെയും ഞാൻ ഡിസിഷൻ എടുക്കാൻ ഭയങ്കര സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ഞാൻ എടുത്ത് ആദ്യം ഡയൽ ചെയ്യുന്ന ഒരു നമ്പറിലുള്ള ഒരാളായിരിക്കും. എന്റെ +2 പഠിച്ചൊരു കുട്ടിയെ, ഒരാളെ ഞാൻ വിളിക്കാറില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ കണ്ട ഒരാളെ അല്ല ഞാൻ വിളിക്കുന്നത്. എന്റെ കോളേജ് ലൈഫിൽ ഞാൻ പരിചയപ്പെട്ട ഒരാളാണ്. പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു സംശയം വന്ന ഉടനെ ഞാൻ വിളിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ രേഷ്മയായിരിക്കും. രേഷ്മയെ ഞാൻ എൻ്റെ കോളേജിൽ മീൻസ് എന്നെ പഠിപ്പിച്ച ഒരാളാണ്. ഏറ്റവും കൂടുതൽ എന്നെ ചാപ്റ്റർ ഞാൻ പാസ്സാകുന്ന പലപ്പോഴും മെഡിക്കൽ കോളേജിൽ രേഷ്മ പഠിപ്പിച്ചിട്ടായിരിക്കും. ഞാനിങ്ങനെ എൻട്രൻസ് പഠിപ്പിക്കാൻ പറഞ്ഞു നടന്ന ആളാണ്. ഞാനിങ്ങനെ 12 മാസം ഉണ്ടാവും ഒരു ഇയർ. ആ ഇയറിൽ 11 മാസം ക്ലാസ് എടുത്ത് പറഞ്ഞു നടക്കും. 1 മാസം ഞാൻ ഫുള്ള് ലീവ് എടുത്തിട്ട് രേഷ്മ ഇങ്ങനെ എന്നെ എഴുതി ഓരോന്നും പഠിപ്പിക്കും. അത് പഠിപ്പിക്കും. അങ്ങനെ ഞാൻ മാർക്ക് വരുമ്പോൾ എനിക്കും ഡിസിഷൻ ഉണ്ടാവും, രേഷ്മയ്ക്കും ഡിസിഷൻ ഉണ്ടാവും. രേഷ്മയേക്കാൾ 2 മാർക്ക് കൂടുതൽ എനിക്കുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാനും രേഷ്മയും തമ്മിലുള്ള, അപ്പൊ ഞാൻ രണ്ടാമത് വിളിക്കുന്ന രേഷ്മയെ കോളേജിൽ പരിചയപ്പെട്ട ആളാണ്. ഞാനിപ്പോ പറഞ്ഞു വന്നത്, ഈ കോളേജിൽ നിങ്ങൾ കാണുന്ന ഫ്രണ്ട്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് വിളിക്കാനും സംസാരിക്കാനും ഒക്കെ ഉണ്ടാകുക. വളരെ റെയർ ആയിട്ട് അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഫ്രണ്ട്സിനെ ഒരുപാട് എന്ത് ചെയ്യരുത്, അറ്റാച്ച്ഡ് ആവരുത്. അവരുടെ കൂടെ എനിക്ക് നിൽക്കണം, ഇതൊന്നും കാണില്ല. ഞാൻ പറഞ്ഞത്, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തുമ്പോഴത്തേക്കും IITians ഒരുപാട് പേര് ഞാൻ പരിചയപ്പെടുന്ന ആളുകളുണ്ട്. അവര് എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും ഞാൻ റിയൽ ടൈം കോൾ ഇല്ലെങ്കിലുണ്ട്. ഞാൻ ഈ സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പരിചയപ്പെട്ട ഒരുപാട് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷനിൽ വന്നതും പരിചയപ്പെട്ടതുമായ IITians ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇക്ബാൽ സാറ് 2 IITian പെയറാണ്, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അല്ലെ. ഇക്ബാൽ സാറിനെ എടുത്തു കഴിഞ്ഞാൽ
അപ്പൊ അങ്ങനെ ആക്ച്വലി കോളേജ് ലൈഫിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവർ കോളേജിൽ വെച്ച് പ്രണയിച്ച ആളുകളാണ് ഇക്ബാൽ സാറും വൈഫും എന്ന് പറയുന്നത്. അവരുടെ ലവ് സ്റ്റോറി ഒക്കെ ഇക്ബാൽ സാർ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും മീൻസ് കോളേജ് ലൈഫിലാണ് നമുക്കൊരു കൂട്ടം ആളുകളെ കിട്ടുന്നത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഞാൻ അവരുടെ കൂടെ ചില ആളുകൾ ഇവിടെ വരും, അവനും മീൻസ് ആ രണ്ട് ബോയ്സിന് ഒരുമിച്ചൊരു റൂം കൊടുത്താൽ മാത്രമേ ഇവിടെ ചേരുള്ളൂ എന്ന് പറയാം. അങ്ങനെയുള്ളവർ ഇവിടെ ചേർക്കണ്ടെന്ന് പറയും. കാര്യം പഠിക്കാനും മാത്രമല്ല, പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ്. ഇത് ഒരു 1 ഇയർ ഒരു ചലഞ്ച് തന്നെയാണ്. ആ ചലഞ്ച് ഏറ്റെടുക്കാൻ വേണ്ടി തന്നെ വരണം ഇവിടെ. അത് ഒരുപാട് സ്ട്രെസ് ഒന്നും അടിക്കണ്ട. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ട്രൈ കൊടുക്കാൻ വേണ്ടി ഒരു 1 ഇയർ ഇവിടെ ചേർന്നു. അത് പക്ഷെ എന്ത് ചെയ്യണം, 100% ഡെഡിക്കേഷനിൽ മാക്സിമം എന്ത് ചെയ്യണം, എഫേർട്ട് എടുക്കാൻ തയ്യാറായി മാത്രമേ നിൽക്കാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ക്ലാസ് റൂമും സോർട്ട് ചെയ്യും, ഹോസ്റ്റലും സോർട്ട് ചെയ്യും, റൂമും സോർട്ട് ചെയ്യും, എല്ലാം സോർട്ട് ചെയ്യും. എവറിത്തിങ് സോർട്ട് ചെയ്തിട്ട് നമ്മൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, പഠിത്തം എന്നുള്ളതിന് മാക്സിമം ഫോക്കസ് ചെയ്ത് കൊടുക്കും. ഇത്തവണ നമ്മൾ എഫേർട്ട് ഇടാൻ പോകും. +2 വരെ പലരും ഈ എഫേർട്ട് ഇട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഈ വർഷം ഈ എഫേർട്ട് എടുക്കണം. നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. അത് തിരിച്ചറിയണമെങ്കിൽ ആ എഫേർട്ട് ഇട്ട് തുടങ്ങണം. അപ്പോഴാണ് നിങ്ങളുടെ കപ്പാസിറ്റിയും നിങ്ങളുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി, നിങ്ങളുടെ പവർ, എല്ലാവർക്കും ഒരേ ബ്രെയിൻ കപ്പാസിറ്റി ആണ്. എല്ലാവർക്കും IQ ഡിഫറെന്റ് ആണ്. ഡെഫിനറ്റ്ലി IQ ഡിഫറെന്റ് ആണ്. പക്ഷെ ഉള്ള IQ വെച്ചുകൊണ്ട് ഞാൻ പറയാം, രണ്ടാൾക്കാരിൽ ഒരാൾക്ക് IQ കൂടുതലാണ്, കുറവാണെങ്കിൽ IQ കൂടിയ ആൾ ചിലപ്പോൾ 2 മണിക്കൂർ എഫേർട്ട് ഇടുന്ന അതേ കാര്യം IQ കുറഞ്ഞാൽ ചിലപ്പോൾ 4 മണിക്കൂർ ഇടേണ്ടി വരും. പക്ഷെ ഇട്ടാൽ അയാൾക്ക് റിസൾട്ട് എന്തായിരിക്കും, ഉണ്ടാകും ഡെഫിനറ്റ്ലി. അതിന് എക്സാമ്പിൾ ആയിട്ടൊക്കെ ഞാൻ ഇടയ്ക്ക് ഒരു എക്സാമ്പിൾ ഒക്കെ കാണിക്കാതെ ഞാൻ അടുത്ത ദിവസം ഓറിയന്റേഷന് കൃത്യമായി കാണിച്ചു തരാം, പറഞ്ഞു തരാം. അപ്പൊ IQ കുറവാണെങ്കിലും എഫേർട്ട് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് വരാൻ പറ്റും. ആ എഫേർട്ട് ടൈം കൂടുതൽ ഇടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമെന്ന് പറയുന്നത്. ഞാൻ അടുത്ത 20-ാം തീയതി ഓറിയന്റേഷൻ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സെഷൻ ആക്കി തന്നെ പറയാം. ഞാൻ മുമ്പോട്ട് പോകുന്നു. ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്താൽ, ഇപ്പൊ JEE മെയിൻ, നിങ്ങൾക്ക് നീറ്റും JEE മെയിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പറയാം. എങ്കിലും നമ്മുടെ പ്ലാൻ എന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ പറയുകയാണ്. പ്ലാൻ ഫോർ JEE പ്ലാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ജൂണില് ആക്ച്വൽ നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യും, ബേസിക്സ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. നവംബർ ലാസ്റ്റോടുകൂടി തന്നെയാണ് നമ്മൾ ഇത്തവണ പോർഷൻ തീർക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ പറയും അയ്യോ നവംബർ ലാസ്റ്റ് തീർന്നില്ലല്ലോ. അവരോട് എനിക്ക് പറയാനുള്ളത്, അവർ വന്ന ജൂൺ ലാസ്റ്റാണ്. ചില ബാച്ചുകളിലെ ആളുകളോട് നമ്മൾ പറയും മെയിൽ തീർത്ത് ബേസിക്സ് തീർത്തിട്ട് വേണം ജൂണിൽ ക്ലാസ് തുടങ്ങാൻ. പക്ഷെ വരിക എപ്പോഴായിരിക്കും, 2 മാസത്തെ വെക്കേഷൻ ഒക്കെ അടിച്ച് പൊളിച്ച് +2 കഴിഞ്ഞിട്ട് ജൂൺ ലാസ്റ്റ് ആകുമ്പോൾ പറയും. ജൂൺ ലാസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മെയ് ലാസ്റ്റ്, ഈ പറയുന്ന നവംബർ ലാസ്റ്റ് തീർക്കാൻ പറ്റുമോ? ഇല്ല, ഡിസംബർ മിഡ് ആവും. ഇപ്പൊ നിങ്ങളുടെ ഞാൻ ഉറപ്പ് തരുന്ന നവംബർ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. കാര്യം അതുപോലെ ഡേ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. Day 1, Day 2, Day 3 എന്നും പറഞ്ഞ് കൃത്യമായി ഞങ്ങൾക്ക് തീർക്കാനുള്ള ടൈം ടേബിൾ ഉണ്ട്. പക്ഷേ 30 ദിവസം കഴിഞ്ഞ് ഒരു അഡ്മിഷൻ എടുത്തിട്ട് തുടങ്ങുന്നവരോട് അവരും വന്ന് പറയാ, സാർ ഞങ്ങൾക്ക് നവംബർ ലാസ്റ്റ് തീരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റൂല എന്ന്. കാര്യം 30 ദിവസം ലേറ്റ് ആയിട്ട് വന്നിട്ട് ആ 30 ദിവസം എനിക്ക് എക്സ്ട്രാ മന്ത് തരാൻ വേണ്ടി പറ്റൂലല്ലോ. JEEയോട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവൻ റിപ്പീറ്റ് തുടങ്ങി 1 മാസം ലേറ്റ് ആയിട്ട്, അപ്പൊ എക്സാം 1 മാസം ലേറ്റ് ആയിട്ട് തരണമെന്ന് പറയാൻ പറ്റില്ല. ഈ സെന്ററിൽ മാത്രം 10,000 പേര് ജോയിൻ ചെയ്തിട്ട് വരാത്തവരുണ്ട്. വരാത്തവരെ ജോയിൻ ചെയ്ത് ഫീസ് അടച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. ഓരോടൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ കാലത്ത് വരാൻ വേണ്ടി പറയണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തീർക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ജൂൺ തൊട്ട് നവംബർ ലാസ്റ്റ് നമ്മൾ സിലബസ് തീർക്കുന്നു, ഫസ്റ്റ് റൗണ്ട്. ദെൻ നമ്മള് നിങ്ങൾക്ക് 1 മന്ത് ആണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ജാനുവരി മിഡ് വരെ 1 മന്ത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് LMRP ആണ്, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം. കേരളത്തിൽ സൈലത്തിൽ മാത്രം നടക്കുന്നതാണ്. പഠിപ്പിച്ചു കഴിഞ്ഞാൽ റിവൈസ് ചെയ്യുക എന്നുള്ള പ്രോസസ്സ്. അത് കേരളത്തിൽ വേറെ എവിടെയും ഇല്ല, എനിക്ക് ഉറപ്പ് നൽകാം. കാര്യം സിലബസും തീർത്ത് റിവിഷനും നടത്തുന്ന ഒരേ ഒരു പ്ലാറ്റ്ഫോം സൈലമാണ്. റിവിഷൻ എന്ന പ്രോസസ്സ് കേരളത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇല്ല. കാര്യം നിങ്ങൾക്ക് ഇവിടെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്ത അധ്യാപകരുണ്ട്. ഏറ്റവും ബെസ്റ്റ്, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് സൈലത്തിൽ പഠിപ്പിക്കുന്നത്, അതിലൊരു ഡൗട്ടും ഇല്ല. അപ്പം അവരോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും. അവരെല്ലാവരും 15 വർഷവും 20 വർഷവും 25 വർഷവും ഒക്കെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും വർക്ക് ചെയ്തിട്ട് തന്നെയാണ് സൈലത്തിൽ എത്തിയത്. അപ്പൊ അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കുക, റിവിഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത് സൈലത്തിൽ മാത്രമാണ്. അപ്പൊ ആ റിവിഷന് വേണ്ടി വേറൊരു മെറ്റീരിയലും സൈലം തരും. ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാമിന് ഒരു മെറ്റീരിയൽ തരും. അപ്പൊ ആ LMRP എന്ന് പറയുന്നത് 1 മന്ത് നടക്കും. ഈ ജാനുവരി മിഡ് ആവുമ്പോഴാണ് നമുക്ക് JEE മെയിൻ 1 വരിക, ഫേസ് 1 വരിക. ഫസ്റ്റ് ഫേസിന്റെ എക്സാം JEE മെയിൻ 1 വരിക. അത് വരുന്നത് ജാനുവരി മിഡിലാണ്. ഇത് എല്ലാ നീറ്റുകാരും എല്ലാ JEEക്കാരും എഴുതണം. നീറ്റുകാരും എഴുതണം. ഞാൻ പറയുന്നത് JEE എഴുതുന്നവർ മാത്രമല്ല ഫേസ് 1 JEE എഴുതേണ്ടത്. JEE എല്ലാവരും എഴുതണം. നീറ്റുകാരും എഴുതണം, JEEക്കാരും എഴുതണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ?
കാരണം എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പായിട്ട് നീറ്റുകാരുടെ സിലബസും തീരും. അപ്പൊ നിങ്ങൾ പോയി എഴുതാൻ പോകുന്ന ആദ്യത്തെ ഓൾ ഇന്ത്യ ലെവൽ എക്സാമിനേഷൻ ആണ് ജെഇ മെയിൻ ഫേസ് 1. ജെഇക്കാരുടെ പ്ലാൻ പറയുന്നതിനിടയ്ക്ക് ഞാൻ നീറ്റുകാരുണ്ടെങ്കിൽ അവരോടും കൂടെ പറഞ്ഞാണ്, കാര്യം എല്ലാവരും കമ്പൈൻഡ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ എന്ത് എഴുതണം? നീറ്റുകാരും ജെഇക്കാരും എഴുതണം. കാര്യം നീറ്റുകാരോട് ഞാൻ പറയുന്നത്, ആ ജെഇ മെയിൻ എഴുതിയിട്ട് 99% വാങ്ങിച്ചിരിക്കുന്ന നീറ്റുകാർ ഒരുപാട് പേരുണ്ട്. ജെഇക്കാരെല്ലാവരും 99% വാങ്ങാൻ തന്നെ എഴുതുന്ന. അത് നീറ്റുകാർ നേടാറുണ്ട് എല്ലാ വർഷവും. എല്ലാ നീറ്റുകാരും, മെജോറിറ്റി നീറ്റുകാർക്കും കിട്ടാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി മാത്രം മതി അവിടെ 99% അടിക്കാൻ ചില ഷിഫ്റ്റുകളിൽ. അത് ഷിഫ്റ്റുകൾ ഡിപ്പെൻഡന്റ് ആണ് എങ്കിലും ഞാൻ പറയാണ്, മാത്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് വന്ന ഷിഫ്റ്റില് ഫിസിക്സ് കെമിസ്ട്രി കൊണ്ട് മാത്രം 99% വാങ്ങാം. കാര്യം ചില മാത്സ് പേപ്പറുകളിൽ 100% എന്ന് പറയുന്നത് 6 or 7 അറ്റൻഡ് ചെയ്യുന്ന കാണിക്കും. അതായത് 6 or 7 ഒക്കെ അറ്റൻഡ് ചെയ്താൽ തന്നെ 100% വരും. 6 or 7 ചോദ്യം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ബിക്കോസ് ലോ സ്കോറിംഗ് ആണ്. ഞാൻ പറയുന്നത് മനസ്സിലായോ? ആ പേപ്പറിൽ ചിലപ്പോൾ മാത്സ് 100% അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 or 7 or 8 മാത്സ് എന്ത് ചെയ്യുന്നതാണ്? അറ്റംപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ മെജോറിറ്റി കുട്ടികൾ മാത്സ് എന്തായിരിക്കും? ലോവർ ആയിരിക്കും. അപ്പൊ ഫിസിക്സ് കെമിസ്ട്രി വെച്ചിട്ടായിരിക്കും. ഫിസിക്സ് കെമിസ്ട്രി സ്കോർ ചെയ്യാൻ വേണ്ടി മാത്സിന് 0 ആയാലും ഫിസിക്സ് കെമിസ്ട്രി വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾക്ക് പെർസെന്റേജിൽ 99 ആക്കാൻ വേണ്ടി പറ്റും. കാരണം അഡ്വാൻസിൽ മാത്രമാണ് എല്ലാത്തിന്റെയും മാർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് പരിഗണിക്കുക. മാത്സിന് അവിടെ 0 വന്നാൽ പോരാ. ഇൻഡിപെൻഡന്റ് കട്ട് ഓഫ് വരിക അഡ്വാൻസിന് മാത്രമാണ്. ജെഇ മെയിന് ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് ഓവറോളെ നോക്കുള്ളൂ. അപ്പൊ മാത്സിന് 0 ആയാലും ഫിസിക്സ് കെമിസ്ട്രി മാർക്ക് വെച്ചിട്ട് നിങ്ങളുടെ പെർസെന്റേജിൽ നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. ഒരുപാട് നീറ്റുകാർക്ക് 99% കിട്ടാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നീറ്റിന് പോകാൻ വേണ്ടിയല്ല, നിങ്ങളൊരു എക്സാം എഴുതി എനിക്ക് നല്ല സ്കോർ എന്ത് ചെയ്തു ജെഇ മെയിന് കിട്ടി, ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ ജെഇ മെയിൻ വഴി എഞ്ചിനീയറിംഗ് കോളേജിൽ IIT NIT ഒന്നും പോകാൻ വേണ്ടിയല്ല ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യമായ ഒരു എക്സാം എഴുതി അതിനൊരു നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അതർവൈസ് നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, ഞാൻ ഇപ്പോൾ തന്നെ NIT ഉറപ്പിച്ചിരിക്കുകയാണ്. നീറ്റുകാർ തന്നെ ഇപ്പം ജെഇ മെയിൻ ഒക്കെ എഴുതി 99 സ്കോർ ചെയ്തിട്ട് പലരും NIT ഉറപ്പിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നീറ്റ് ടോപ്പർക്ക് ജെഇ മെയിൻ, ഇവിടെ സൈലത്തിന് നീറ്റ് ടോപ്പർക്ക് ജെഇ മെയിൻ 99% ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇറ്റ്സ് പോസിബിൾ. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും എഴുതണം. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അത് എഴുതണം എല്ലാവരും. കാര്യം ഇത് ഈസിയുമാണ്. അതായത് ഈ ഫേസ് 1 ജെഇ ആണ് ഏറ്റവും എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കും. ഫേസ് 1, ഫേസ് 2 അത്ര എളുപ്പമല്ല. കാര്യം ഫേസ് 1 ആകുമ്പം പ്ലസ് ടുക്കാരൊന്നും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല. റിപ്പീറ്റേഴ്സിന് ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഫേസ് എന്ന് പറയുന്നത് ഫേസ് 1 ജെഇ തന്നെയാണ്. അതിലൊരു സംശയം വേണ്ട. കാര്യം പ്ലസ് ടുക്കാരൊന്നും അധികം പ്രിപ്പയർ ചെയ്ത് അവന്റെ സിലബസ് ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഒന്നാമത്തെ പോയിന്റ്. കോമ്പറ്റീഷനിലും വളരെ കുറവായിരിക്കും. പല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഫേസ് 1 അധികം എന്ത് ചെയ്യില്ല, ചാപ്റ്ററുകൾ പഠിപ്പിക്കില്ല. അവർ ഫേസ് 2 എന്ത് ചെയ്യുള്ളൂ, ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫേസ് 1 ആണ് നമുക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പം. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. അതുകൊണ്ട് ജെഇക്കാർ ശ്രദ്ധിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ജാനുവരിയിൽ വരുന്ന ജെഇക്ക് വേണം ട്രൈ ചെയ്യാൻ വേണ്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെർസെന്റൈൽ ആണ് ഇമ്പോർട്ടൻസ്. പെർസെന്റൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേരെ ഓവർകം ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ എഴുതിയ എക്സാമിൽ, നിങ്ങൾ എഴുതിയ ഷിഫ്റ്റില് നിങ്ങൾ എത്ര പേരെ ഓവർകം ചെയ്തു എന്നുള്ളതാണ്. 20% മീൻസ് അത്രയും ആളുകളെ നിങ്ങൾക്ക് ഓവർകം ചെയ്യും. 99 എന്ന് പറഞ്ഞാൽ 99% അല്ലെ, അത്രയും ആളുകളെ ആ എക്സാം എഴുതിയ ആളുകളെ നിങ്ങൾ എന്ത് ചെയ്തു. 99% എന്ന് പറഞ്ഞാൽ മാർക്ക് 99% എന്നല്ല, ഇറ്റ്സ് പെർസെന്റൈൽ, വിച്ച് മീൻസ് എത്ര പേരെ നിങ്ങൾ ഓവർകം ചെയ്ത് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. 100% എന്ന് പറഞ്ഞാൽ ആ ഷിഫ്റ്റിൽ അയാളാണ് ഏറ്റവും ഫസ്റ്റ്. 100% കിട്ടിയ ആളുടെ മാർക്ക് 100% ആയിരിക്കില്ല. അയാളുടെ മാർക്കാണ് ആ ഷിഫ്റ്റിൽ ഏറ്റവും നമ്പർ 1. പറയുന്നത് മനസ്സിലായോ? അപ്പൊ പല ഷിഫ്റ്റുകളില് പെർസെന്റേജ് വ്യത്യസ്തമായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കോമ്പറ്റീഷൻ ഇല്ലാത്തപ്പോഴാണ് ഏറ്റവും മുമ്പിൽ വരാൻ എളുപ്പം. ഞാൻ പറയുന്നത് മനസ്സിലായോ? അപ്പൊ കോമ്പറ്റീഷൻ കുറവുള്ള സമയത്താണ് ഏറ്റവും ബെറ്റർ പെർസെന്റേജ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക. അതേസമയം ഫേസ് 2 ആകുമ്പോൾ കോമ്പറ്റീഷൻ കൂടും. കോമ്പറ്റീഷൻ കൂടുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പം ആ ലെവലിലേക്ക് പെർസെന്റേജ് ഉയർത്താൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമ്മൾ ഉയർത്തിയ ചരിത്രമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഒരുപാട് പേരുണ്ട് 80 സ്കോർ ചെയ്ത് 99 സ്കോർ ചെയ്തൊക്കെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ കുറവ് കേസുകളാണ്. പക്ഷെ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നതിനാ, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏറ്റവും വീക്ക് ആവേണ്ട ഫേസ് 1 വേണ്ടിയാ. അതിനുവേണ്ടി ഇപ്പോഴേ തുടങ്ങണം.
ഇപ്പോഴേ തുടങ്ങിയ phase 1 ഈസിലി 99 സ്കോർ ചെയ്തിട്ട് പ്ലസ് സ്കോർ ചെയ്തിട്ട് NIT ഉറപ്പിച്ച് വെക്കാം. NIT ഉറപ്പിച്ച് വെക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അഡ്വാൻസിന് അങ്ങ് പഠിക്കാം. പിന്നെ എന്തിനാ JEE മെയിൻ phase 2 പഠിക്കുന്നത്? 99 സ്കോർ ചെയ്ത് അല്ലെ 98 പ്ലസ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻസിന് വേണ്ടി പ്രിപ്പറേഷൻ അങ്ങ് മാറ്റി വെച്ചേക്കണം. അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് പ്രോബ്ലം സോൾവ് ചെയ്ത് പോകണം. മാത്രം അഡ്വാൻസ് മാത്രം ഇപ്പോഴേ അഡ്വാൻസ് സോൾവ് ചെയ്യണം. അപ്പൊ അഡ്വാൻസ് മാത്രം സോൾവ് ചെയ്ത് പോവാം. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു phase 1 വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. റെഡി? ഇത് കഴിഞ്ഞാൽ നിങ്ങൾ അത് കഴിഞ്ഞ് നിങ്ങൾ അവിടെ വെച്ച് വിടുകയല്ല നമ്മൾ ചെയ്യുക. നിങ്ങൾ തിരിച്ചു വരും. phase 1 കഴിഞ്ഞ് തിരിച്ചു വരും. ദെൻ ഏപ്രിൽ വരെ നിങ്ങൾക്ക് എന്തുണ്ട്, വീണ്ടും ഇവിടെ വെച്ച് നമ്മൾ ബാച്ച് അഡ്വാൻസിന് വേണ്ടി മാത്രമായിട്ട് ബാച്ചുകൾ ഉണ്ടാക്കും. ഫ്രം എക്സ്ക്ലൂസീവ് ഫോർ അഡ്വാൻസ് ഓൺലി. ദെൻ നമ്മൾ എന്ത് ചെയ്യും, JEE മെയിൻ ബാച്ചുകൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന ബാച്ചുകൾ ഉണ്ടാകും. അതായത് phase 2 വേണ്ടി, ഏപ്രിൽ phase 2 വേണ്ടി, JEE 2 വേണ്ടി പ്രിപ്പറേഷൻ തുടരുന്ന ആളുകൾ ഉണ്ടാകും. JEE 2 വേണ്ടി അതാണ് JEE മെയിൻ ബാച്ച്. ഇനി ചില ആളുകൾ അപ്പൊ പറയും ഞങ്ങൾക്ക് കീം മാത്രം മതി, JEE വേണ്ട എന്ന് പറയുന്ന ആളുകളും ഉണ്ടാകും. ഞങ്ങൾക്ക് കീമിന് വേണ്ടി വന്നതാണ് കീം ബാച്ച്. ഈ 3 ബാച്ചുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാച്ച് നമ്പർ അല്ലെ, ഈ 3 ബാച്ചുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ സോർട്ട് ചെയ്യും. 1, 2, 3 എന്നുള്ള 3 ബാച്ചുകളായിട്ട് നമ്മൾ സോർട്ട് ചെയ്യും. എന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് നിങ്ങളോട് ചോദിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ എക്സാം വരെ കണ്ടിന്യൂ ചെയ്യും. അതായത് ഇപ്പം ഈ ഞായറാഴ്ചയാണ് അഡ്വാൻസ് നടക്കുന്നത്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. മെയ് ലാസ്റ്റ് ആയിരിക്കും അഡ്വാൻസ് നടക്കുക. ഈ ഞായറാഴ്ചയാണ് ഈ വർഷത്തെ അഡ്വാൻസ്. അപ്പൊ അടുത്ത വർഷത്തെ മെയ് വരെയുള്ള അഡ്വാൻസ് ബാച്ച് അതുവരെ കണ്ടിന്യൂ ചെയ്യും. ദെൻ JEE മെയിൻ ബാച്ച് JEE മെയിൻ വരെയും അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് വരെയും എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. കീം ബാച്ച് കീം വരെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. ഇതായിരിക്കും നമ്മുടെ ഓവറോൾ എന്ത്, നമ്മൾ ആക്ച്വലി ആ ജാനുവരി വെച്ചിട്ട് ബാച്ച് അവസാനിപ്പിക്കുകയില്ല. ദിസ് ഈസ് എ ടോട്ടൽ ജേർണി. JEE-കാർക്കുള്ള ടോട്ടൽ ജേർണി ഇതായിരിക്കും. നീറ്റുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചോണം. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തു ബേസിക്സ്. ജൂണിൽ നമ്മുടെ ആക്ച്വൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നവംബർ ലാസ്റ്റ് നമുക്ക് സിലബസ് തീർക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പക്ഷെ നമ്മൾ വീണ്ടും ഒരു 15 ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ ഒരു ബഫർ ഇട്ടിട്ട് ഡിസംബർ മിഡ് വരെയാണ്. ഡിസംബർ മിഡ് ടു 3 മന്ത്സ് LMRP ആണ്. മാർച്ച് 15 വരെ. ദെൻ അവിടുന്ന് നിങ്ങൾക്ക് മെയ് വരെ സമയമുണ്ട്, കംപ്ലീറ്റ് പ്രീ നീറ്റ്. ഈ LMRP എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ റിവിഷൻ മാത്രമല്ല, അതിനിടയിൽ മൊഡ്യൂൾ എക്സാമുകളും ഉണ്ട്. 20 മൊഡ്യൂളുകളായി തിരിക്കും. അതായത് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായി എന്താണ് പഠിപ്പിക്കുന്നത് ഞാനിപ്പോ പറയും. അതായത് ഇവിടെ എങ്ങനെയാണ് സിലബസ് തീർക്കുക എന്നുള്ള സിലബസ് കംപ്ലീഷൻ ഞാൻ പറയും. ഇവിടെ ഈ 6 മാസം കൊണ്ടാണ് നമ്മൾ സിലബസ് എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് സിലബസ് കംപ്ലീഷൻ, സൈലത്തിനെ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയും. ഈ 3 മന്ത്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 മൊഡ്യൂളായിട്ട് എൻറ്റയർ ചാപ്റ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഒരു മൊഡ്യൂളിൽ 4 ചാപ്റ്റർ, അങ്ങനെ 20 മൊഡ്യൂൾ ആകുമ്പോൾ 80 ചാപ്റ്റർ. ആ 4 ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾക്ക് 2 ദിവസം തരും, 2 ഡേയ്സ്. റെഡി? 2 ഡേയ്സ് തരും. ആ 2 ഡേയ്സ് നിങ്ങൾ പഠിക്കും. എന്നിട്ട് നിങ്ങൾ തേർഡ് ഡേ വരും. ആ തേർഡ് ഡേ നിങ്ങൾക്ക് എന്തുണ്ടാകും, മൊഡ്യൂൾ എക്സാം ഉണ്ടാകും. ആ 4 ചാപ്റ്ററിന്റെ എക്സാം ഉണ്ടാകും. ആ 4 ചാപ്റ്ററിന്റെ എക്സാം കൂടാണ്ട് ആ 4 ചാപ്റ്ററിന്റെ റിവിഷനും ഉണ്ടാകും. ഇത്തവണ നമ്മൾ ഹയർ ലെവൽ, അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് വെച്ചിട്ടാണ് എക്സാംസും റിവിഷനും പ്ലാൻ ചെയ്തിട്ടുള്ളത് വരുന്ന LMRP എക്സാമിന്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ ഒരു ജേർണി എന്ന് പറയുന്നത്. അതായത് നിങ്ങളെ സിലബസും കംപ്ലീറ്റ് ചെയ്യും, റിവൈസും ചെയ്യിക്കും, ദെൻ പ്രീ നീറ്റും എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ട് നമ്മൾ 45 ഡേയ്സ് കംപ്ലീറ്റ് ഫുൾ മോഡൽസ് നടത്തി തന്നെയായിരിക്കും നമ്മൾ പോകുക. അത് ഇത്തവണ നമ്മൾ ആ പാറ്റേൺ തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് നമ്മൾ തരിക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കണേ. യെസ്, ഇതാണ് നമ്മുടെ DPP എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കാം, DPP ഡേ 2 ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് അത് തുറന്നാൽ നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾക്ക് ഒരു സാമ്പിൾ അടിച്ചു തന്നെയാണ്, അങ്ങനെയല്ല DPP ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന, ഞാനൊരു ജസ്റ്റ് ഒരു സാമ്പിൾ തന്നതാണ് നിങ്ങൾക്ക്. സാമ്പിൾ ഞാൻ ജസ്റ്റ് തന്നെ നിങ്ങൾക്ക് തുറക്കാം. അതൊക്കെ ഒന്ന് തുറന്ന എല്ലാവരും. അതായത് നോക്കണേ മക്കളെ, ശ്രദ്ധിക്കുക. എടാ, DPPയുടെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഫിസിക്സ് ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നുണ്ടാവും. പക്ഷെ ഡിഫിക്കൽട്ട് ആയാലും ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, അതിൽ 45 ചോദ്യങ്ങളിൽ മിനിമം ഒരു 30+ ക്വസ്റ്റ്യൻസ് DPPയിൽ നിന്ന് എക്സാക്ട് അതേ
ചില ന്യൂമറിക്കൽ വാല്യൂസ് മാത്രം മാറ്റി വന്നിട്ടുള്ളതാണ്. അതിൽ എനിക്കൊരു സംശയവും അതിനകത്ത് എന്തില്ല പറയാനില്ല. ഡെഫിനറ്റ്ലി. കാര്യം അധ്യാപകർക്കും ഉൾപ്പെടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അറിയാൻ വേണ്ടി പറ്റും 100%. കാര്യം അത് നിങ്ങൾ ഒന്ന് DPP, കാര്യം ഞങ്ങൾ എക്സാക്ട്ലി സെയിം DPP സ്ട്രക്ചർ തന്നെയാണ് ഈ പ്രാവശ്യം തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അത് പഠിച്ചു പോകുമ്പോൾ നീറ്റ് 2025 നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. JEE മെയിനും ഉൾപ്പെടെ എത്ര ഡിഫിക്കൽട്ട് എക്സാം വന്നാലും അതിൽ ഇപ്പൊ JEE മെയിൻ phase 1 എഴുതി കഴിയുമ്പോൾ നിങ്ങൾ വരും, ആ സാർ ഈ DPP ആ ചോദ്യം ഈ ചോദ്യം എന്നൊക്കെ പറഞ്ഞ് വരും. എക്സാക്ട്ലി. കാര്യം എല്ലാ ടൈപ്പും ഒരു ചാപ്റ്ററിൽ നിന്ന് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 100+ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ചെറിയൊരു ചാപ്റ്റർ ആണ്, 100 ഒന്നും അല്ല, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൽ വരും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു ചെറിയ ചാപ്റ്ററിൽ നിന്ന് 150 വരും, ചില ക്വസ്റ്റ്യൻസ് ചില ചാപ്റ്ററിൽ 200 ക്വസ്റ്റ്യൻസ് വരും. നിങ്ങൾ ആലോചിക്കുക, ഒരു ചാപ്റ്ററിൽ നിന്ന് സാധാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്നത് വെറും 30 ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വെറുതെ പറയല്ല, 30 ക്വസ്റ്റ്യൻസ് ആണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സസൈസ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത്. 30 ചോദ്യം കിട്ടുള്ളൂ, അതിലൊരു സംശയം എനിക്കില്ല. ബാക്കി നിങ്ങൾ വർക്ക് ചെയ്യണം. കാര്യം ഇവിടെ നിങ്ങൾ ക്ലാസ് റൂമിൽ വരുന്ന എല്ലാ ടീച്ചേഴ്സും പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്ത ആളുകളാണ്, അവരോട് പോയി ചോദിക്കാം. ഒരു ചാപ്റ്ററിൽ ഇന്ന് 30 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഒരു ഓർഡറിൽ 30 ക്വസ്റ്റ്യൻ അങ്ങ് തരും. പിന്നെ ബാക്കി ടീച്ചേഴ്സ് ആണ്, ഡിപ്പെൻഡ്സ് ഓൺ ടീച്ചേഴ്സ് ആണ് അവർ ക്ലാസ് എടുക്കുക. അപ്പം ബെറ്റർ ടീച്ചേഴ്സ് ഉള്ള ക്ലാസ് റൂമിൽ ബെറ്റർ ക്ലാസ് കിട്ടും, അല്ലാത്ത ക്ലാസ്സുകളിൽ നോർമൽ എന്ത് ചെയ്യും, ഒരു ആവറേജ് ലെവൽ ക്ലാസ്സുകൾ മാത്രം കിട്ടും. ഇവിടെ ഞങ്ങളുടെ എല്ലാ ടീച്ചേഴ്സും കൂടി ഇരുന്ന് ഇനിയിപ്പോ 18, 19, 20 3 ദിവസമായിട്ട് ഞങ്ങൾ വീണ്ടും ഈ വർഷത്തെ ആദ്യമായി ഇരിക്കുന്ന വീണ്ടും ആ ദിവസം എന്ത് ചെയ്യാണ്, ഇപ്പം മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇരിക്കാൻ വേണ്ടി പോവാണ്. അന്ന് ഞങ്ങള് എല്ലാ ക്ലാസ് റൂമിലും എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ അപ്ഡേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ ചേഞ്ചസ് എല്ലാം അനുസരിച്ച് ഞങ്ങൾ ഫൈനലി ഫിക്സ് ചെയ്യും. അതായിരിക്കും എല്ലാ ക്ലാസ്സിലും എടുക്കുന്നത്. സൈലത്തിലെ ഏത് ക്ലാസ് റൂമിലും ഒരേ കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതായത് നിങ്ങൾക്ക് നീറ്റിന് വേണ്ട ഏറ്റവും പീക്ക് കണ്ടന്റ്. അതൊരു ക്ലാസ്സിലും കുറയുമില്ല, ഒരു ക്ലാസ്സിൽ കൂടുകയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് എല്ലായിടത്തും കിട്ടും വിത്ത് DPP, ഒരു സംശയമില്ല. അതിൽ നിങ്ങൾ ആലോചിക്കുക, ഒരു ചാപ്റ്ററിൽ നിന്ന് 200 ക്വസ്റ്റ്യൻസ് അടുത്ത്, ലെറ്റ്സ് ടേക്ക് ആവറേജ് ആയിട്ട് 150 ക്വസ്റ്റ്യൻസ്. 80 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 80 × 150 എത്രയാ? സാർ ഒന്ന് ഞാൻ പേന എടുത്തോട്ടെ. 80 × 150 80 × 10 അല്ലെ 150. 80 × 100 എന്ന് പറഞ്ഞാൽ 8000. 50 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ പകുതി എടുക്കുക, 4000. 4000 എത്രയാ? പറഞ്ഞോ, പേടിയാണ് എനിക്കറിയാം, പെട്ടെന്ന് എന്നാലും ഒരു 12000 അല്ലെ? 12,000 ക്വസ്റ്റ്യൻസ്. 12,000 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഈ DPP-യിൽ നിന്ന് മാത്രം കിട്ടുക. ഈ 12,000 ക്വസ്റ്റ്യൻസിൽ നിന്ന് ഈസിലി എത്ര ക്വസ്റ്റ്യൻസ് കിട്ടും നിങ്ങൾക്ക്? ഈ പറയുന്ന 200 ക്വസ്റ്റ്യൻസ് കിട്ടും. ദാറ്റ് ഈസ് ദ മാജിക് ഓഫ് DPP. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, 200 ഞാൻ അതിൽ നിന്ന് വരുള്ളൂ എന്ന് ഉറപ്പ് പറയുന്നത്. അപ്പം ആ 12,000 ചോദ്യം നിങ്ങൾക്ക് ഒരു 5 തവണ ഈ വർഷം റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ, 5 തവണ റിവൈസ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ ഓൺലൈൻ ഡേ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഓഫ്ലൈൻ ഡേ വീണ്ടും കാണുന്നുണ്ട്, GIBക്ക് മുമ്പ് നിങ്ങൾ കാണുന്നുണ്ട്, വീണ്ടും GIB ക്യുമുലേറ്റീവ് ആയതുകൊണ്ട് വീണ്ടും നിങ്ങൾ പഠിക്കുന്നുണ്ട്, ആക്ച്വൽ എക്സാമിന് മുമ്പ് നിങ്ങൾ LMRP സമയത്ത് നിങ്ങൾ കാണുന്നുണ്ട്. 5 തവണയെങ്കിലും നിങ്ങൾക്ക് ആ DPP-യിലൂടെ കടന്നു പോകാൻ. ഇനി നല്ലൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ ബസ്സിലൂടെ പോകുമ്പോൾ വായിക്കാം, ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വായിക്കാം. അതിനൊന്നും നിങ്ങൾ ഒരു മടിയും കാണിക്കരുത്. പേടിക്കണ്ട. നിങ്ങൾ അങ്ങനെ വായിക്കുന്നവരാണെങ്കിൽ ആ ബസ്സിലായിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങൾ അടുത്ത ദിവസം വരുന്നത്, അവരുടെ കൂടെ ആയിരിക്കത്തില്ല, നിങ്ങൾ വേറെ കുറച്ച് ആളുകളുടെ കൂടെ ആയിരിക്കും ചിലപ്പോൾ അടുത്ത ദിവസം വരുന്നത്. കാര്യം നിങ്ങൾ ഹോസ്റ്റൽ മാറിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ബസ് മാറിക്കൊണ്ടേ ഇരിക്കുമല്ലോ. ഹോസ്റ്റൽ മാറുമ്പോൾ ക്ലാസ് റൂം മാറും, ക്ലാസ് റൂം മാറുമ്പോൾ നിങ്ങളുടെ ബസ്സിലുള്ള ആളുകളും മാറും. അത് ഇത്തവണ ഞാൻ കൊണ്ടുവരും. എത്ര എഫേർട്ട് എടുത്തായാലും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എക്സ്ട്രീം ലെവലിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. പുറകിലുള്ളവരെ അത്ര പണിയെടുപ്പിക്കും, പഠിപ്പിക്കും. അല്ല, ആദ്യമൊക്കെ എന്നോട് ഞാനിത് പറഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾ സങ്കടമാവും, കുട്ടികൾ അവര് തമ്മിൽ എന്ത് ചെയ്യും. ഞാൻ പറയും, ഇവര് തമ്മിൽ അറ്റാച്ച്മെന്റ് ഉണ്ടായി അവിടെ നിന്ന് ഒരു സംസാരിക്കുന്നതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അറ്റാച്ച്മെന്റ് ഉണ്ടാകുക. അതിനൊരു എത്ര ദിവസം വേണ്ടി വരും? ഒരു 1.5 മാസം. ഞാൻ 15 ദിവസം കഴിയുമ്പോൾ സോർട്ട് ചെയ്തോളൂ. ബേസിക്സ് കഴിഞ്ഞോണ്ട് ജൂൺ 1 സോർട്ടിങ്. അപ്പൊ വീണ്ടും അടുത്ത അറ്റാച്ച്മെന്റ് വീണ്ടും 1 മാസം എടുക്കുമായിരിക്കും. ഞാൻ 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും സോർട്ട് ചെയ്യും.
ക്ലാസ് റൂമും ഹോസ്റ്റലും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തിനാണെന്നറിയാവോ? ഇറ്റ്സ് മീൻസ് ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് എഫേർട്ട് എടുക്കണം എന്നുള്ള കാര്യം. എന്നാൽ മാത്രം എഫേർട്ട് എടുക്കും. എന്തെങ്കിലും ചേഞ്ചസ് വന്നുകൊണ്ടിരുന്നാൽ തന്നെ, ഒരു ആക്ടിവിറ്റി വന്നുകൊണ്ടിരുന്നാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ആക്റ്റീവായി നിൽക്കുള്ളൂ. അതർവൈസ് നിങ്ങളുടെ ഡെയിലി സ്കെഡ്യൂൾ അങ്ങനെ പോയാൽ നിങ്ങൾക്ക് മുമ്പോട്ടും. നിങ്ങൾ എഫേർട്ട് എടുക്കണം, പഠിക്കണം. നമ്മൾ ഒരിക്കലും പുറകിലുള്ളവരെ മീൻസ് എഫേർട്ട് എടുപ്പിക്കുക, അവരെ അവരുടെ വഴിക്ക് വിടല, അവരെ കൂടുതൽ എഫേർട്ട് എടുപ്പിച്ച് മേളിലോട്ട് കൊണ്ടുവരാനാണ് ഞാൻ ഇത്തവണ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത്ര ടീച്ചേഴ്സിനെ അവിടെ കൊടുത്തുവിട്ട് അത്ര എഫേർട്ട് എടുപ്പിച്ച് തന്നെ എന്ത് ചെയ്യും, കയറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. ഞങ്ങളുടെ ലക്ഷ്യം, ഞാൻ എപ്പോഴും പറയും, സൈലത്തിൽ വരുന്ന എല്ലാവരും MBBS ആകുക എന്നൊന്നും ഞാൻ ഉറപ്പ് പറയില്ല. കാര്യം ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇറ്റ്സ് എ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. 26 ലക്ഷം പേരിൽ 50,000 പേർക്ക് സീറ്റ് കിട്ടുള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് അവർക്ക് ഉറപ്പിക്കാൻ പറ്റും. മേ ബി ഫോറസ്ട്രി ആയിരിക്കാം, മേ ബി അഗ്രികൾച്ചർ ആയിരിക്കാം, മേ ബി BAMS ആയിരിക്കാം, BHMS ആയിരിക്കാം, BDS ആയിരിക്കാം. നീറ്റ് ആണെങ്കിൽ, JEE ആണെങ്കിൽ എല്ലാവരും IIT എത്തുന്ന ഉറപ്പ്, NIT ആയിരിക്കാം. ഇനി അറ്റ്ലീസ്റ്റ് ലൈക്ക് കീം പാസ്സായി CET-യിലെങ്കിലും എത്താം. CET ചെറിയ കോളേജ് ഒന്നുമല്ല, അവിടുന്ന് കയറി പോയാലും ഏറ്റവും ബെറ്റർ പ്ലേസ്മെന്റ് കിട്ടുന്ന ഒരു കോളേജ് തന്നെയാണ്. TKM എത്താം, CET എത്താം. ഇവിടെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോളേജിൽ പ്ലേസ്ഡ് ആകുക എന്നുള്ളത് തന്നെയാണ് സൈലത്തിൽ വരുന്ന സ്റ്റുഡൻസിൽ എല്ലാവരെയും. അതിനുള്ള എഫേർട്ട് നമ്മൾ എടുത്തിരിക്കും. അതിൽ ബുദ്ധിമുട്ടുള്ളവർ കണ്ടിന്യൂ ചെയ്യണമെന്ന് ഒരു ആഗ്രഹവും ഞങ്ങൾക്കാർക്കില്ല. അത്രയും എഫേർട്ട് എടുത്ത് പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ബുദ്ധിമുട്ടി തന്നെ പഠിക്കാൻ ഞങ്ങൾ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്, അത്ര ബുദ്ധിമുട്ടുന്നുണ്ട് ഞങ്ങൾ. ആ എഫേർട്ട് എടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. ആ എഫേർട്ട് എടുക്കാൻ ഞങ്ങൾ റെഡി ആകുമ്പോഴത്തേക്കും നിങ്ങളും അതിന് റെഡി ആയില്ല എങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇനി ഡേ 2 ഞാൻ പറയുകയാണ്, ഡേ 2 എങ്ങനെയാണ് ഡേ 1, ഡേ 2, ഡേ 3 പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇത്തവണ നിങ്ങൾക്ക് ക്ലാസ് ടീച്ചർഷിപ്പ് ഏറ്റവും ബെസ്റ്റ് ആക്കി നമ്മൾ കൊണ്ടുപോകുന്നത് തന്നെയാണ്. അതിനകത്തൊരു സംശയം വേണ്ട. നിങ്ങൾക്കൊരു ക്ലാസ് ടീച്ചർ ഉണ്ടാവും. ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് ടീച്ചർ വന്നിട്ടുണ്ടാവും അല്ലെ? എല്ലാവർക്കും വന്നിട്ടുണ്ട്. വന്നു തുടങ്ങിയോ? അവരെല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ടാവുള്ളൂ. ഈ ആഴ്ച ജൂൺ 1 തൊട്ട് അവർ എക്സാക്ട്ലി ക്ലാസ് ടീച്ചർഷിപ്പ് ഏറ്റെടുക്കുന്നുണ്ടാവും. ഒരു ക്ലാസ് ടീച്ചർ ഉണ്ടാവും. മെന്റർ ഓൾറെഡി ഉണ്ടല്ലോ അല്ലെ? അതുപോലെ ക്ലാസ് ടീച്ചറും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇത്തവണത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത്തവണ ഏർലി മോർണിംഗ് ക്ലാസ് തുടങ്ങും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല. ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ 7:30-ക്കും 7 മണിക്കും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഫ്രഷ് ആയിട്ട് വന്നിരുന്ന് പഠിക്കാം. സന്തോഷമായില്ലേ എല്ലാവർക്കും? ആ മുഖത്ത് സന്തോഷം കണ്ടില്ലേ? 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മളെ ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉച്ചയ്ക്ക് 1:30 ആകുമ്പോൾ ക്ലാസ് അങ്ങ് കഴിയും. സന്തോഷമായില്ലേ? ഉച്ച കഴിഞ്ഞ് പോവാനൊന്നും പറ്റൂല. എക്സാം ഒക്കെ എഴുതി ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് ഇവിടെ ഇരുത്തി DPP ഫില്ല് ചെയ്ത് വരുന്ന കുറേമാരുണ്ടാവും. അവരെ ഇവിടെ ഇരുത്തി അങ്ങ് എഴുതിപ്പിച്ചിട്ടേ വിടുള്ളൂ. അത് പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ, വീട്ടിലും അല്ലെ ഹോസ്റ്റലിലായാലും. സിസ്റ്റമാറ്റിക് ആയിട്ട് പോയാൽ മാത്രമേ നമുക്ക് ചുമ്മാ ഹാർഡ് വർക്കിംഗ് അല്ല വേണ്ട. ഹാർഡ് വർക്കിംഗ് ഇവിടെ വേണ്ട. ചുമ്മാ കിടന്ന പട്ടിപ്പെടുത്തം അല്ല ഇവിടെ വേണ്ടേ. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ്. എടുക്കുന്ന എഫേർട്ടിന് എന്ത് ചെയ്യണം? കൃത്യമായ എഫേർട്ട്. DPP സിസ്റ്റമാറ്റിക് ആവുന്നു. ചില ആളുകൾക്ക് നോട്ട് എഴുതാൻ ബുദ്ധിമുട്ടാ. C-A-B-D എന്നും പറഞ്ഞ് മാർക്ക് ചെയ്ത് വെക്കും. കൃത്യമായിട്ട് എഴുതി ഡോക്യുമെന്റ് ചെയ്യാൻ അറിയാത്തവനൊന്നും ഒരിക്കലും ജോലി കിട്ടുമില്ല. 100% ഉറപ്പ് പറയാം. ഒരു ജോലിയുടെ ബേസിക് കാര്യമാണ് ഡോക്യുമെന്റേഷൻ. ആ ഡോക്യുമെന്റേഷൻ സ്കിൽ ഇല്ലാത്ത ആർക്കും പ്രത്യേകിച്ച് ജോലിക്ക് പോയിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്ന വൈറ്റ് കോളർ ജോബ് ആയാലും, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഹൈ പെയ്ഡ് ജോബ് എന്ന് പറയുന്ന ജോബുകൾ, ഇതിൽ ഏറ്റവും മെയിൻലി വേണ്ട സാധനമാണ് സിസ്റ്റമാറ്റിക് ഡോക്യുമെന്റേഷൻ എന്ന് പറയും. എഴുതി കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യാന്നുള്ളത്. അതാണ് ബേസിക് മാനേഴ്സ് ഒരു ജോലിയുടെ. അത് ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കണം മിനിമം. അതില്ലാത്തവനൊന്നും ജോലിയും കിട്ടൂല. ഞാനിത് വെറുതെ പറയല്ല, ഇതാണ് സീരിയസ് ആയിട്ട്. ഒരു ജോലിക്ക് നിങ്ങൾ പോകുമ്പോൾ അവിടുത്തെ ഏറ്റവും മെയിൻ ക്വാളിറ്റിയാണ് ഡോക്യുമെന്റ് ചെയ്യാന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട സ്കൂളിൽ നിന്നാണ്. അല്ലെങ്കിൽ കാക്കരം ബീക്കരം എഴുതിയിട്ട് കുറച്ച് കുത്തും വെട്ടും, പിന്നെ അടുത്ത തവണ പഠിക്കാൻ എടുത്തിട്ട് ആ DPP നോക്കുമ്പോഴത്തേക്കായിരിക്കും ഞാൻ എന്തിനാ C മാർക്ക് ചെയ്തതെന്ന് നിങ്ങളോട് തന്നെ ചോദിക്കും. നീ എന്തിനാണ് C മാർക്ക് ചെയ്തത്? അതെങ്ങനെ C വന്നു? അറിയില്ല. അപ്പൊ ബേസിക് കാര്യമാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. എന്ത് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് ടീച്ചർ പറയുന്നു അല്ലെങ്കിൽ വീഡിയോയിൽ പറയുന്നു, അത് അവിടെ ഉണ്ടാവണം. ലൈൻ ബൈ ലൈൻ ഡോക്യുമെന്റ് ചെയ്തിരിക്കണം. ആ ക്വസ്റ്റ്യന്റെ അർത്ഥം ചിലർക്ക് മനസ്സിലാവത്തില്ല. വേർഡിങ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ക്വസ്റ്റ്യനെ ഡിഫിക്കൽട്ട് ആക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യം. വേർഡിങ്സ്, ഓപ്ഷനിലെ വേർഡിങ്സ്, ക്വസ്റ്റ്യനിലെ വേർഡിങ്സ്. കാര്യം വായിച്ചു കഴിയുമ്പോൾ ലാംഗ്വേജ് ഓഫ് JEE മെയിൻ ഇപ്പം അല്ലെങ്കിൽ നീറ്റ് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യന്റെ വേർഡിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആവുക. ഇപ്പം
കാര്യം വായിച്ചാൽ കിളി പോവും. ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് വരുമ്പോൾ ഇതെന്തിനാ ഞാൻ വായിച്ചെന്ന് ആലോചിക്കും. പിന്നെയും വീണ്ടും അങ്ങോട്ട് പോകും. കാര്യം വേർഡിങ്സ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു ക്വസ്റ്റ്യനെ ഡിഫിക്കൽട്ട് ആക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ബയോളജിയിലായാലും മാത്സിലായാലും ഒക്കെ വേർഡിങ്സ് അങ്ങോട്ട് ടൈറ്റ് ആക്കിയാൽ മതി. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാത്ത കുറച്ച് ഇംഗ്ലീഷും കൊടുക്കുക, തിരിച്ചും മറിച്ചും ഒക്കെ. എന്നിട്ട് ഓപ്ഷൻ എന്ത് ചെയ്യുക, അങ്ങ് ടൈറ്റ് ആക്കി കൊടുക്കുക. ഒരു MCQനെ വീണ്ടും ഡിഫിക്കൽട്ട് ആക്കുന്ന പാർട്ട് അതിന്റെ ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസ് 1.91, ഓപ്ഷൻ 1.92, ഓപ്ഷൻ 1.93, ഓപ്ഷൻ 1.94. ഇതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനുകളിൽ ഒന്നായിരിക്കും. ഒരു ക്വസ്റ്റ്യനെ ഡിഫിക്കൽട്ട് ആക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വേർഡിങ്സും ഡിഫിക്കൽട്ട് ആക്കുക, ഓപ്ഷൻസും ഡിഫിക്കൽട്ട് ആക്കുക. നിങ്ങളുടെ ടൈം അത്രയും അത് കൺസ്യൂം ചെയ്യും. ആ ക്വസ്റ്റ്യനിലായിരിക്കും നിങ്ങൾ ഇറിറ്റേറ്റഡ് ആക്കിയിട്ട് ആ എക്സാം തന്നെ തൊലയ്ക്കും ചിലപ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അർത്ഥം ഉൾപ്പെടെ വരച്ചെഴുതണം. അതിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മുകളിൽ എന്ത് ചെയ്യുക, മംഗ്ലീഷിൽ എഴുതി വെക്കുക, ഇതാണ് ഇത് ഉദ്ദേശിച്ച ഈ ക്വസ്റ്റ്യന്റെ. ആ ക്വസ്റ്റ്യനെ കീറി മുറിച്ച് പഠിക്കുക എന്ന് പറയും. എന്നിട്ട് അത് ഡോക്യുമെന്റ് ചെയ്യുക. ആ ഡോക്യുമെന്റേഷൻ ഇല്ലാത്ത ആരും ഇവിടെ ഇരിക്കാൻ യോഗ്യരല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഒന്നും ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കുന്ന 100% ഉറപ്പ്, 100% ഉറപ്പ്. അങ്ങനെയുള്ള ആരും ഇവിടെ കണ്ടിന്യൂ ചെയ്യേണ്ട. ഞാനിത് നിങ്ങളോട്, കാര്യം നമുക്ക് എന്താണ്, ഒരു വർഷം നിങ്ങളുടെ അച്ഛനും അമ്മയും ഇവിടെ കൊണ്ടുവന്ന് 1 രൂപ തരുന്നുണ്ടെങ്കിൽ അവരത് എത്ര കഷ്ടപ്പെട്ടിട്ട് അവരെ കൊണ്ടുവരുന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. ആ 1 രൂപയ്ക്ക് 2 രൂപയുടെ സർവീസ് തിരിച്ച് ഞങ്ങൾ തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് ഞങ്ങൾ എഫേർട്ട് എടുത്തിരിക്കും ഇവിടെ. അതിന് എല്ലാ ടീച്ചേഴ്സും അതിന് ഫുൾ എനർജി തന്നെയായിരിക്കും ഈ വർഷം നിങ്ങളുടെ കൂടെ നിൽക്കുക. നിങ്ങളും അതിന് എന്ത് ചെയ്യണം, തയ്യാറാവണം. അപ്പം ലൈൻ ബൈ ലൈൻ എന്ത് ചെയ്യണം, കാര്യങ്ങൾ എഴുതി വന്നേ ഇവിടെ ക്ലാസ്സിൽ വരണം. അപ്പൊ ഫസ്റ്റ് ഡേ നിങ്ങൾ പഠിക്കുകയാണ്, ദാറ്റ് ഈസ് ആക്റ്റീവ് ലേണിംഗ്. നിങ്ങൾ തന്നെ ക്ലാസ് എന്ത് ചെയ്യാണ്, കണ്ട് പഠിക്കുകയാണ്. ഞാനൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കിയ കാര്യം സയന്റിഫിക് ആയിട്ടുള്ള കാര്യം വെച്ചിട്ടാണ് ഈ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കോളേജിൽ ഒരു ക്ലാസ് റൂമിലേക്ക് പോകുന്ന സമയത്ത് നമ്മളത് പ്രിപ്പയർ ചെയ്തിട്ട് ആ ക്ലാസ്സിൽ പോകുന്നെങ്കിൽ ക്ലാസ് കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ ക്ലാസ്സിലുള്ള ടീച്ചേഴ്സിനും അത് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും, അവർക്കും നിങ്ങളോട് സംസാരിക്കാൻ ഭയങ്കര പോസിറ്റീവ്. ചില ടീച്ചേഴ്സ് വന്നിട്ട് പറയും, ആ ക്ലാസ്സിൽ കയറിയ പിന്നെ ഒരു പണിയില്ല, സുഖമാണ്, അവരെല്ലാം പഠിച്ചിരിക്കും. അവര് തന്നെ പറഞ്ഞോളും, ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ. റെസ്പോൺസ് ഉള്ള ക്ലാസ്സുകളിലാണ് എനിക്കും കയറുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ഞാൻ പറഞ്ഞത് ശരിയല്ലേടാ, യെസ് ഓർ നോ, യെസ് ഓർ നോ, യെസ് ഓർ നോ. കണ്ട, ഇങ്ങനെ റെസ്പോൺസ് കിട്ടുമ്പോൾ ഒരു രസമാണ്. പക്ഷെ എത്ര എനർജി പോരാ രാവിലെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. അപ്പൊ റെസ്പോൺസ് ഉണ്ടാവണമെങ്കിൽ വല്ലതും അറിയണം. എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഇക്വേഷൻ? അപ്പൊ ഒരുത്തിന് അവിടെ സ്ക്വയർ. അപ്പൊ അടുത്തിരിക്കുന്നത് ഏതാ ഇക്വേഷൻ? ഉത്തരം പറ. ഒച്ചത്തെ മറുപടി കേൾക്കുന്ന തണ്ടി. ഈ പരിപാടി നടക്കൂല, ഇപ്പരിപാടി നടക്കൂല. പോയിന്റ് ടു പോയിന്റ് ഓരോരുത്തരെയും പോയിന്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ച് തന്നെ നമ്മൾ മുമ്പോട്ട് പോകും. കാര്യം നമ്മുടെ ലക്ഷ്യം പഠിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് ആത്മാർത്ഥത കാണിക്കുക, നമ്മളോട് ആത്മാർത്ഥത കാണിക്കുക. ആ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട്. അപ്പം ഓൺലൈൻ ഡേ അത്ര ആത്മാർത്ഥമായിട്ട് എഫേർട്ട് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്വയം ഇരുന്ന് പഠിക്കുക. ഫസ്റ്റ് ഫിസിക്സ് പഠിക്കുക, ദെൻ കെമിസ്ട്രി, ദെൻ മാത്സ് ഓർ ബയോളജി. എന്താണോ ഏതാണോ ഞാൻ പറയാം. ഫസ്റ്റ് ഫിസിക്സ് പഠിക്കുക, നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണ്. ഇനി മാത്സ് ആണെങ്കിൽ അത് മാത്സ് പഠിക്കുക, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഫസ്റ്റ് എന്തായാലും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യത്തിനെ ചെയ്യുക. ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞൊരു ബുക്കിനകത്ത് പറയുന്നുണ്ട്, നമുക്ക് ഏറ്റവും വൃത്തികെട്ട ഒരു തവളയെ തിന്നാൻ ഒരു ടാസ്ക് തന്നാൽ, അവിടെ കുറെ തവളകൾ ഉണ്ടെങ്കിൽ അതിൽ ചൊറി പിടിച്ച, കണ്ടാൽ അറപ്പ് തോന്നുന്ന, ചാടി ജീവനുള്ള ഒരു തവളയെ പിടിച്ച് ആദ്യം തിന്നാൽ നിങ്ങൾക്ക് പിന്നെ ഏത് തവളയും അതിൽ നിന്ന് തിന്നാൻ പറ്റും. മനസ്സിലായോ? നിങ്ങൾ അതിനെ ആദ്യം തിന്നു, ഇതിനേക്കാ സാധനത്തിനെ തിന്നു കഴിഞ്ഞു, ഇനി ഏത് തവളയൊക്കെ ടക്ക് 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 എന്നടിക്കും. എന്താ തവളയുടെ കഥ എവിടെ പറയുന്നത് അല്ലേ? അതാണ് നമ്മൾ നമ്മൾ എപ്പോഴും ഓഫീസിലേക്ക് ചെല്ലുമ്പോഴേക്ക് അത് പറയും, അല്ലെങ്കിൽ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം ആദ്യം ചെയ്താൽ പിന്നെ എല്ലാം ചെയ്യാൻ എളുപ്പമായിരിക്കും. ദാറ്റ് ഈസ് അതിന്റെ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും വൃത്തികെട്ട തവളെ തിന്നാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ഏത് സബ്ജക്റ്റ് ആണോ അത് ആദ്യം പഠിക്കാം. അതാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. പലർക്കും ഡിഫിക്കൽട്ട് ആണ് ഫിസിക്സ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഫിസിക്സ് പഠിക്കുക. ഇപ്പൊ നീറ്റുകാരെ സംബന്ധിച്ച് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ഫിസിക്സ് ആണ്. ഫിസിക്സ് ആദ്യം പഠിക്കുക, അത് ആദ്യം തീർത്ത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, പിന്നെ ബാക്കി തീർക്കാൻ എളുപ്പമായിരിക്കും.
അതങ്ങ് തീർന്നു കിട്ടിയാൽ പിന്നെ എളുപ്പം. അല്ലാതെ എളുപ്പമുള്ള പഠിച്ചു വെച്ചിട്ടോ ഇതിങ്ങനെ ഒരു 3-5 മണിക്കൂറോട് തീർക്കാം, എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റേത് അവിടെ കിടക്കും. ചത്ത് നല്ല പൊരിച്ച് മസാലയൊക്കെ ഇട്ടിരിക്കുന്ന തവളയൊക്കെ തിന്നിട്ട് ജീവനുള്ള തവള അവിടെ ഓടിക്കളിക്കുന്ന കണ്ടിങ്ങനെ ഇരിക്കാം. അപ്പൊ അതുകൊണ്ട് അതിൽ കാര്യമില്ല. നമ്മൾ പറയുന്നത് ജസ്റ്റ് ഉൾട്ടയായിരിക്കണം. ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം വീഡിയോ എടുക്കുക. എനിക്ക് ഇറിറ്റേഷനാണ്. വീഡിയോ എടുക്കാന്ന് പറയുന്നത് തന്നെ ഇറിറ്റേഷനാണ്. കാര്യം ഫസ്റ്റ് ടേക്ക്, സെക്കൻഡ് ടേക്ക്, ഓരോ കാര്യങ്ങൾ അത് ഇത് എന്നൊക്കെ പറയും. ഞാൻ ആദ്യം ചെയ്യാൻ എന്താണെന്നറിയോ, വല്ലതൊന്നും ചെയ്യാനുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാനുണ്ട്, അന്ന് ആദ്യം ചെയ്യാം, പിന്നെ ബാക്കിയല്ല പിന്നെ നോക്കാം എന്നെൻ്റെ മൈൻഡിനോട് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നത് എല്ലാവർക്കും ജീവിതത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ഒരു ടാസ്ക് ആദ്യം ഉണ്ടാകും. ആ ടാസ്ക് ആദ്യം ചെയ്യുക ലൈഫിൽ. എന്ന് പറയുന്നത് പഠിക്കാൻ ഏറ്റവും ഡിഫിക്കൽട്ട് സബ്ജക്ട് ഏതാണോ അത് ആദ്യം പഠിക്കുക. പിന്നെ ബാക്കിയുള്ളതിനെല്ലാം സമയം അനുസരിച്ച് നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റും. ബട്ട് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും നിങ്ങൾക്ക് സ്വന്തമായ ഒരു ക്ലോക്ക് ഉണ്ടാവണം. സ്റ്റോപ്പ് വാച്ച് ഈ പറയുന്ന പോലെ ഒരു ക്ലോക്ക് ഉണ്ടാവണം. കമ്പൾസറിയാണ്. എല്ലാവർക്കും ടേബിളിൽ ഉണ്ടാവണം ചെറുത്. ചുമ്മാ അതിനകത്ത് അലാറം വെച്ചിട്ട് കൂടിയിരിക്കുന്നവന് ഭ്രാന്ത് അടുക്കില്ല. നിങ്ങൾ എഴുന്നേക്കുമില്ല, അവൻ എന്ത് ചെയ്യുന്നില്ല, ഉറക്കുകയും ചെയ്യാത്ത അവസ്ഥ ഉണ്ടാക്കരുത്. വെളുപ്പിന് 3 മണിക്കൊക്കെ അലാറം വെച്ചിട്ട് ഉറങ്ങത്തുമില്ല, എന്നാ എഴുന്നേക്കും അവൻ അതുമില്ല, കൂടെ ഉള്ളവനെ ഉറക്കോ അതുമില്ല. അങ്ങനെ വിഷയാക്കരുത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത എന്ത് ചെയ്യണ്ട, ഓവർ സാധനങ്ങളൊന്നും വേണ്ട, അല്ലെ, എക്സ്ട്രാ ഓർഡിനറി ആവണ്ട. പണ്ടാരോ പറഞ്ഞു എക്സ്ട്രാ ഓടി നാറണ്ടെന്ന് പറയും, ഓർഡിനറി ആവണ്ട. അപ്പൊ അതുകൊണ്ട് അത് വേണമെന്നില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പഠിക്കാൻ ഇരിക്കുമ്പോൾ ഒരു ക്ലോക്ക് ഫ്രണ്ടിൽ വേണം. സമയം പോകുന്നത് അറിയണം. 2 മണിക്കൂറാണ് ഒരു കാര്യത്തിന് കൊടുത്തെങ്കിൽ 2 മണിക്കൂറിൽ അത് നിർത്തുക. എന്നിട്ട് അടുത്ത കാര്യത്തിൽ എന്ത് ചെയ്യുക, ഫാസ്റ്റ് ആയിട്ട് തീർത്തിട്ട് അതിന്റെ സമയം ഇതിന് യൂട്ടിലൈസ് ചെയ്യാതെ അത് നേരത്തെ തീർത്തിട്ട് എക്സ്ട്രാ ടൈം ഉപയോഗിച്ചുകൊണ്ട് ഇത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് വേണ്ടത്. ചിലർ 2 മണിക്കൂർ കൊണ്ട് ഒരു പാഠം പഠിക്കാൻ തീർക്കും, 3 മണിക്കൂറാകും, 4 മണിക്കൂറാകും, 5 മണിക്കൂറാകും. അപ്പൊ ബാക്കി പാഠങ്ങളൊന്നും അത് വേണ്ട എന്നല്ല. 2 മണിക്കൂറിനാണ് അത് തീർക്കുന്നത് വിചാരിച്ചാൽ 2 മണിക്കൂർ കഴിഞ്ഞത് പോവരുത്, അവിടെ നിർത്തണം. അപ്പൊ ആ സങ്കടം ഉണ്ടാവണം, അയ്യോ തീർന്നില്ലല്ലോ. എന്നിട്ട് അടുത്ത് പഠിക്കണം, അത് വേഗത്തിൽ പഠിക്കണം. എന്നിട്ട് അതിന്റെ എക്സ്ട്രാ ടൈം ഉപയോഗിച്ചുകൊണ്ട് ആയിട്ട് തീർക്കാനുള്ള എഫേർട്ടാണ് എടുക്കേണ്ടത്. പലരും ഈ 2 മണിക്കൂർ ടൈം വെച്ചാൽ ടൈം പോകുന്ന നോക്കൂല. അതിനൊരു ക്ലോക്ക് അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റോപ്പ് വാച്ച് ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം, ഫ്രണ്ടിൽ ഉണ്ടാവണം. സ്റ്റോപ്പ് വാച്ച് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു ക്ലോക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. റൈറ്റ്? അല്ല 2 അവർ എന്ന് പറഞ്ഞാൽ 2 അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം സ്റ്റാർട്ട് ചെയ്താൽ 2 അവേഴ്സ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് വാച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ പരിപാടി നിർത്തണം, അടുത്തതിലേക്ക് പോകണം. അതിനപ്പുറത്തേക്ക് അത് കൊണ്ടുപോകരുത്. ഇത് ശീലമായാൽ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ആ സബ്ജക്ട് ചിലപ്പോൾ 2 മണിക്കൂർ തീർന്നില്ലായും, 2ാമത്തെ ദിവസം നിങ്ങൾക്ക് അറിയാം ഇന്നലെ ഞാനത് തീർത്തില്ല, അപ്പൊ ഇന്നത് ഫാസ്റ്റിൽ പോകണം, സ്പീഡ് കൂടും, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൂടി. ഇതൊന്നും ഒരിക്കലും ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് കിട്ടുന്ന കാര്യമല്ല. ഇതിങ്ങനെ മുമ്പോട്ട് പോയി 1 മാസം 2 മാസം കഴിയുമ്പോൾ ഇതൊരു യൂഷ്വൽ ഹാബിറ്റായി മാറും. മാർക്ക് കൂടുക അത് 2 ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല. അതിങ്ങനെ ചെയ്ത് 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 കൂടി 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 ഇതൊരു ഹാബിറ്റായി മാറും. ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് കൂടും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഓൺലൈൻ ഡേയിൽ നിങ്ങൾക്ക് ഇവിടെ ഇതൊക്കെ വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, എഴുതാനുള്ള സ്പേസ് ഉണ്ടാകും ഡെഫിനറ്റ്ലി. അത് നിങ്ങൾ കൃത്യമായി എഴുതി ഇത്രയും പഠിച്ചത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഏത് തരം ചോദ്യമാണ് അതിൽ നിന്ന് വരിക, അത്രയും നേരം പഠിച്ചതിൽ നിന്ന് ഏത് ചോദ്യമാണ് അവിടെ വരിക, അത് വീഡിയോയിൽ ഉണ്ടാകും. അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് അവിടെ ഉണ്ടാകുക. അതിനിടയിൽ ചില ചോദ്യങ്ങൾ, ചില ഷോർട്ട് കട്ട്സ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ജെഇ മെയിൻ സ്ഥിരം ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് മാസം ലെങ്തും ടൈമിന്റെ ഈ പറയുന്ന HCG വെച്ചിട്ട് എഴുതാൻ വേണ്ടി, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ലൈറ്റിന്റെ സ്പീഡിന്റെ സിയും വെച്ചുകൊണ്ട് മാസ് ലെങ്ത് ടൈം എഴുതാൻ സ്ഥിരം ജെഇ മെയിൻ ചോദിക്കുന്ന ഒരു ഡിഫിക്കൽട്ട് പ്രോബ്ലം ആണ്. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യും, ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരും. ഇത് നീറ്റിനും വരാം, കാര്യം ജെഇ മെയിൻ സ്ഥിരം ഡിഫിക്കൽട്ട് ആണ്, നീറ്റിന് അടുത്ത കൊല്ലം ചോദിക്കാം. അപ്പം ആ ഷോർട്ട് കട്ട് നമ്മൾ പറഞ്ഞു തന്നാൽ അത് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത പറയാൻ തുടങ്ങും. ഏതൊക്കെ തരം ചോദ്യങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. ഇത് പ്രീവിയസ് ഇയർ ജെഇ മെയിൻ ചോദിച്ച ചോദ്യമാണ്. ഇതൊരു ക്ലാസ് റൂം മെറ്റീരിയൽ ആണ്. നിങ്ങളുടെയും കൂടെ അഡീഷൻ വരുമ്പോഴാണ് ഇതൊരു ആക്ച്വൽ മെറ്റീരിയൽ ആവുക. ഞാൻ പറയുന്നത് മനസ്സിലായോ? യെസ് ഓർ നോ? യെസ് യെസ്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ പറയുന്ന നേരെ നിങ്ങൾ ഇവിടേക്ക് വരും. എവിടേക്ക് വരും? നിങ്ങളുടെ ഇത്രയും ചെയ്ത് പഠിച്ച് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, പ്രീവിയസ് ഇയർ നീറ്റും പ്രീവിയസ് ഇയർ ജെഇയും കയ്യിൽ തന്നിട്ടുണ്ട്. അതും എടുത്ത് കംപ്ലീറ്റ്ലി ചെയ്യണം. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട നീറ്റും ജെഇയുടെയും മെറ്റീരിയൽ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ഉണ്ടാകും. ശ്രദ്ധിക്കുക,
അതെടുത്ത് കംപ്ലീറ്റ്ലി ചെയ്യണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? യെസ് ഓർ നോ? അത് നിങ്ങൾ കംപ്ലീറ്റ്ലി ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ബുക്ക് കയ്യിലുണ്ട്, ഇത് രണ്ടും പ്രീവിയസ് ഇയറും ഇതും DPP മാത്രം മതി. എന്നിട്ട് നിങ്ങൾ ക്ലാസ് റൂമിലേക്ക് പിറ്റേ ദിവസം വരും. പിറ്റേ ദിവസം വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ എക്സാം ഉണ്ടാകും. ഇത്തവണ നമ്മളൊരു ട്വിസ്റ്റ് കൊണ്ടുവരികയാണ്, എക്സാം ആഫ്റ്റർനൂൺ ആക്കുകയാണ്. നമുക്ക് സമയം കുറച്ചും കൂടെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഓഫ്ലൈനും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത്തവണ എക്സാം വരിക. വൈ? ബിക്കോസ് നിങ്ങൾക്ക് നേരത്തെ വീട്ടിൽ പോകുന്ന പരിപാടിയൊക്കെ നിർത്തുകയാണ്. വെളുപ്പിനെ വന്നാൽ രാത്രിയെ പോകുള്ളൂ. അതായത് ഈവനിങ് എങ്കിലും ആവും. പഠിച്ച് തീർത്ത് ഇവിടെ ഇരുത്തി പഠിപ്പിക്കലാണ് ഇനി പരിപാടി. അപ്പൊ അതുകൊണ്ട് ആ ദിവസം അതായത് ഓൾട്ടർനേറ്റ് ഡേ, ഒരു ദിവസം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പഠിക്കാൻ തരുന്നു, ഒരു ദിവസം നമ്മൾ മാക്സിമം ഓഫ്ലൈനിൽ സ്പെൻഡ് ചെയ്യുന്നു, ടീച്ചേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നു, ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യുന്നു, പഠിക്കുന്നു. ഇത് അത്ര ഡിഫിക്കൽട്ട് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഡിഫിക്കൽട്ടാണ്. കാര്യം 26 ലക്ഷം പേര് ചെയ്യാത്ത ഔട്ട് ഓഫ് ദി ബോക്സ് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മൾ അവരിൽ ടോപ്പ് ആവുള്ളൂ. പറയുന്ന മനസ്സിലായോ? അല്ലെ 16 ലക്ഷം ജെഇക്കാർ ചെയ്യാത്ത ഔട്ട് ഓഫ് ദ ബോക്സ് കാര്യങ്ങൾ ചെയ്താലേ നമ്മൾ മുമ്പിൽ വരുള്ളൂ. നിങ്ങൾ ഇനി ക്ലാസ് റൂമിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന മെറ്റീരിയൽ ആണ്, ടീച്ചേഴ്സ് ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ ആണ്. കഴിഞ്ഞ 6 വർഷത്തെ കംപ്ലീറ്റ് ജെഇ മെയിനും അവിടെ ഉണ്ടാവും. കംപ്ലീറ്റ് ജെഇ മെയിൻ ആ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള, അതാണ് ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുക. ആ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ടിൽ 2025 ലാസ്റ്റ് ഇയർ വരെ വന്ന ജെഇ മെയിൻ, നീറ്റ് പ്രീവിയസ് ഇയറുകൾ അവിടെ ഉണ്ടാവും. ഇതാണ് ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് ചെയ്യിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇമ്പോർട്ടൻസ്. അയ്യോ, ഇത് പ്രീവിയസ് ഇയർ ആണ്, ഓരോ വർഷത്തെ ചരിത്രമാണ്. ഞങ്ങൾ ഇനി അടുത്ത 10 കൊല്ലം കഴിഞ്ഞാലും പറയും 2025 നീറ്റ് എന്ന് പറയുന്നത് ഒരു ചരിത്രമായിരുന്നു. അന്ന് വന്ന സർഫസ് ടെൻഷന്റെ ക്വസ്റ്റ്യൻ അന്ന് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യം ഇന്ന് ആളുകളുടെ മനസ്സിലുണ്ടാവും. അത് അടുത്ത 10 കൊല്ലം കഴിഞ്ഞാലും പറയും. എന്ന് പറയുന്ന ഒരു ചരിത്രത്തിന്റെ ഭാഗമായി ആ പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. 2016 നീറ്റ് പണ്ട് പറയുന്നു, 2016 നീറ്റ് ഫേസ് 1 ഫേസ് 2 ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫിസിക്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് കഴിഞ്ഞ 10 കൊല്ലം പറയുമായിരുന്നു. ഇനി ആ ചരിത്രം മാറി 2025 കുറിച്ച് ഇനി പറഞ്ഞു തുടങ്ങും എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമാകാൻ പോകുന്ന ആളുകളാണ്. അപ്പൊ ഈ ഓരോ ചരിത്രവും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുക. ആൻഡ് നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ക്ലാസ് റൂമിൽ ഉണ്ടാകുക, വീഡിയോയിലും ഉണ്ടാകുക. ഇത് രണ്ടും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. ഇങ്ങനെയാണ് ഒരു ഡേ ഫിനിഷ് ചെയ്യുക. തീർന്നിട്ടില്ല. ഇത്തവണ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ നമ്മൾ തരുന്നുണ്ട് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ വേണ്ടി. അവിടെ ഇരുന്ന് തന്നെ, അതായത് ക്ലാസ് റൂമിൽ ഇരുന്ന് തന്നെ ഇത് കഴിഞ്ഞാൽ സ്വയം വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം കൂടെ നിങ്ങൾ തരുന്നുണ്ട്, NCERT ക്രാക്കർ. NCERT ക്രാക്കർ എന്താന്ന് സിമ്പിളി പറഞ്ഞുതരാം. NCERTയുടെ മുക്കും മൂലയിൽ നിന്നുമാണ് ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നത്. മാത്സ് അങ്ങനെയല്ല. മാത്സ് NCERTയേക്കാൾ ഒരു 10 ഇരട്ടി പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. ജെഇ മെയിനും ജെഇ അഡ്വാൻസും. മെയിൻസ് ആൻഡ് അഡ്വാൻസും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന് പറയുന്നത് NCERTയിൽ നിന്ന് തന്നെ. ഇത്തവണ നീറ്റിനൊക്കെ ചോദിച്ചത് ഞാൻ എല്ലാ വർഷവും പറയായിരുന്നു, ഫ്രണ്ട് പേജ് ഇൻട്രൊഡക്ഷൻ ഒക്കെ വായിക്കണേ, അതിൽ നിന്ന് ചോദ്യം വരൂ എന്നൊക്കെ പറഞ്ഞു. സമ്മറി വായിക്കണേ. ഞാൻ വേണേ അടുത്ത കഴിഞ്ഞ വർഷത്തെ ഓറിയന്റേഷന്റെ അതേ കാര്യം തന്നെ ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ഞാൻ സ്ലൈഡ് വേണേ കഴിഞ്ഞ തവണ പറഞ്ഞ അതേ സ്ലൈഡ് ഞാൻ ഇത്തവണ ഓറിയന്റേഷൻ അവിടെ നിങ്ങൾ വരുമ്പോൾ 20-ാം തീയതി ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട് അതിനകത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലവും ഇതിന്റെയൊക്കെ മീൻസ് ഫംഗ്ഷൻ പറയുന്ന സമയത്ത് ആക്ച്വൽ ടെക്സ്റ്റിൽ പറയുന്നതല്ല സമ്മറിയിൽ പറയാം. അവിടെ പ്രോട്ടീൻ പറയുന്നുണ്ട്, മറ്റടുത്ത് ലൈപ്പോ പ്രോട്ടീനും എക്സാമ്പിൾ ഒക്കെ വേറെ വേറെ ആയി മാറ്റി പറയുന്ന കേസുകളുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ. ഇതൊക്കെ ഞാൻ എടുത്തു പറയുന്നുണ്ടായിരുന്നേ ക്ലാസ്സിൽ. ഞാൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഫ്രണ്ട് പേജ് ഉൾപ്പെടെ വായിക്കണമെന്ന്. ആ ഫ്രണ്ട് പേജിൽ നിന്ന് വരെ ചോദ്യം ഉണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷനിൽ നിന്ന്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്നിട്ട് എന്റെ തമാശയായിട്ട് കുറെ മീം ഇറങ്ങുന്നുണ്ടായിരുന്നു നീറ്റിനകത്ത്. ഫസ്റ്റ് പേജിലുണ്ടല്ലോ NCERT പേജിന്റെ വില എത്രയാന്ന്, അത് ചോദ്യമായിട്ട് വരുമെന്ന്. ഓപ്ഷൻ A 160, ഓപ്ഷൻ A 180, ഓപ്ഷൻ A 190. നാളെ അടുത്ത വിലയിൽ അതായിരിക്കും ചോദ്യം ഒന്ന്. നീറ്റ് 2026 ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു മീം ഇറങ്ങുന്നുണ്ടായിരുന്നു. NCERT ബയോളജി ബുക്കിന്റെ വില എത്ര? ഓപ്ഷൻ A, ഓപ്ഷൻ B എന്ന് പറഞ്ഞു. ഇനി NCERT ഡയറക്ടറുടെ പേരെന്താ? ഏറ്റവും ഫ്രണ്ട് പേജിൽ പൈസയുടെ മേളിൽ എഴുതിയിട്ടുണ്ട്, അയാളുടെ സൈനൊക്കെ കൊടുത്തിട്ടുണ്ട്, അയാളുടെ ചോദ്യം. അപ്പൊ എന്ന് പറയുന്ന പോലെ ഇൻട്രൊഡക്ഷൻ ഉൾപ്പെടെ പേജ് വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാനൊന്ന് ശ്രദ്ധിക്കണേ മക്കളെ. എന്താണ് ഇത്തവണ ചെയ്യാൻ വേണ്ടി പോകുന്നത് അറിയാമോ? കേരളത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സത്യസന്ധമായി പറയാം, അത് വെറുതെ പറയല്ല. 100 പേജ് NCERT ഉണ്ടെങ്കിൽ നമ്മൾ അത് 200 പേജ് ആക്കും. മനസ്സിലായോ? അതായത് 100 പേജാണ് NCERT ബുക്കെങ്കിൽ നമ്മൾ അത് 200 പേജ് ആക്കും. എന്നിട്ട് ഒരു പേജിന്റെ നിന്ന് ഓരോ ലൈനിൽ നിന്നും വരുന്ന ചോദ്യം ഏതാണോ അത് തൊട്ടടുത്ത പേജിൽ ഉണ്ടാവും. മനസ്സിലായോ?
അതിന്റെ ഓരോ ലൈനിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാവോ അതെല്ലാം ഇപ്പുറത്തെ പേജിൽ. ഫിസിക്സ് ആണെങ്കിൽ ഓരോ പാരഗ്രാഫിൽ നിന്ന് ഏതൊക്കെ അസർഷൻ റീസൺ ബിൽഡ് ചെയ്യാവോ അതെല്ലാം ഇപ്പുറത്തുണ്ടാവും. ഇനി അവിടെ ഒരു എക്സസൈസ് ക്വസ്റ്റ്യൻ ഉണ്ട് ഫിസിക്സിൽ. ഫിസിക്സും NCERT-യുടെ കുഴപ്പം എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒന്നും MCQ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. കാര്യം അതിനകത്ത് ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ടാവും, നമ്പേഴ്സ് പ്രശ്നം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിൽ MCQ ഏതെങ്കിലും പ്രീവിയസ് അത് ബേസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് റൈറ്റ് സൈഡിൽ കിടപ്പുണ്ടാവും. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ NCERT ഉണ്ടാകും, റൈറ്റ് സൈഡിൽ അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായോ? അതാണ് നിങ്ങൾക്ക് അഡീഷണലി തരാൻ പോകുന്ന NCERT ക്രാക്കർ എന്ന് പറയുന്നത്. അപ്പൊ NCERT എന്ത് പഠിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആ ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചിരിക്കണം, NCERT എല്ലാം കിട്ടണമെങ്കിൽ. അപ്പൊ ഓരോ പേജും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആക്കി മാറ്റും, ഓരോ പേജും ലൈൻ ബൈ ലൈൻ. ബയോളജിക്ക് ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഏത് ലൈനിൽ നിന്നാണ് വന്നത് പോലും അവിടെ കൊടുത്തിട്ടുണ്ടാവുക NCERT-യുടെ സൈഡിൽ. അപ്പൊ NCERT നമ്മളത് എന്ത് ചെയ്യുകയാണ്, അങ്ങനെ കീറി മുറിച്ച് ഓരോ ലൈൻ ബൈ ലൈൻ പ്രോബ്ലംസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാ മാസവും ഉറപ്പായിട്ടും ആ NCERT ക്രാക്കർ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് ഉണ്ടാവും. അതിൽ നിന്ന് മാത്രം ചോദ്യം, അതുപോലെ ചോദ്യം ഇടും. എല്ലാ മാസവും ഒരു NCERT എക്സാം ഉണ്ട് ഈ വർഷം. ആ മാസം നടന്ന ടോട്ടൽ ചാപ്റ്റർ ഉണ്ട്, GIB കൂടാണ്ട്. ഇത്തവണ 3 കാര്യങ്ങളുള്ള GIB നോർമൽ, GIB അഡ്വാൻസ്, GIB NCERT. ഈ 3 എക്സാമുകൾ ഉണ്ടാവും ഒരു മാസം. മനസ്സിലായില്ല? നോർമൽ GIB മൊഡ്യൂൾ എക്സാം, GIB NCERT എന്ന് പറഞ്ഞാൽ ആ മാസത്തെ NCERT ടോട്ടൽ എക്സാം, GIB അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ആ മാസത്തെ അഡ്വാൻസ് ലെവൽ എക്സാം. ഇത് 3ഉം എല്ലാ മാസവും ഉണ്ടാവും. ഭ്രാന്തായോ, ഓടാൻ പോവാണോ? ഫസ്റ്റ് ഡേ തന്നെ ഇത്രയൊക്കെ പറഞ്ഞ് ഭ്രാന്താക്കുവാണ്. ഇത്രയും എഫേർട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട്. NCERT ക്രാക്കർ തന്നു, പ്രീവിയസ് ഇയറും ഉണ്ട്. ഇത് കൂടാണ്ട് ഒന്നും കൂടെ നമ്മൾ ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇതും തീരുന്നവണ് ഇപ്പൊ ഡേ 2 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ഡേ 2-ൽ നിന്ന് വരാവുന്ന അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് ഏറ്റവും അവസാനം ഉണ്ടാവും. അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ്, അതായത് നിങ്ങൾക്ക് അത് പഠിക്കുമ്പോൾ തന്നെ അതിന്റെ അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ബാക്ക് നിങ്ങൾ എടുത്താൽ ആ DPP-യുടെ ബാക്കിൽ നിങ്ങൾ തുറന്നു നോക്കി, ഏറ്റവും ബാക്കിൽ കണ്ടു അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് ഡേ 1 ഡേ 2 ഡേ 3 എന്ന് പറഞ്ഞു. ഇതിൽ കൂടുതലൊന്നും തരാൻ പറ്റില്ല കേട്ടോ. ഇതൊന്നും കിട്ടാതെ, ഇതൊന്നും അറിയാത്ത കുറെ ആളുകളുണ്ടല്ലേ, അവരോട് നിങ്ങൾ പറയണം വാട്ട് വി ആർ ഡൂയിങ്, എന്താണ് ഡിഫറൻസ് എന്നുള്ളത് മനസ്സിലാക്കണം. നോക്കാം എടാ, അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് ഡേ 2 നോക്കുക. അതിൽ നിന്ന് വരാവുന്ന ഹയർ ലെവൽ പ്രോബ്ലംസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസിന്റെ പ്രത്യേകത എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് അത്യാവശ്യം ലെങ്തി ആയിരിക്കും, വേർഡിങ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും, കുറച്ച് സമയം എടുക്കും നിങ്ങൾ വായിച്ചത് കത്താൻ വേണ്ടി. അങ്ങനത്തെ ലെവൽ ഓഫ് പ്രോബ്ലംസ് ആണ് അഡ്വാൻസിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. അത് JEE അഡ്വാൻസിനും വേണം, നീറ്റ് അഡ്വാൻസിനും വേണം. രണ്ടിനും അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് വരുവാണെങ്കിൽ ഈ ലെവൽ ഓഫ് പ്രോബ്ലംസ് അവിടെ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രൂ ഗേജ് അല്ലെ, നമ്മൾ സാധാരണ ചെയ്യാത്ത എറർ പ്രോബ്ലംസ് ആണ്, ഇൻസ്ട്രുമെന്റ്സിലെ എറർ പ്രോബ്ലംസ്. NCERT ഇല്ലാത്ത പ്രോബ്ലംസ് ആണ് JEE അഡ്വാൻസിന് വരാറുള്ളത്. അത് നീറ്റിന് ഇത്തവണ ഉണ്ടായിരുന്നു. സ്ക്രൂ ഗേജിന്റെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടോ, ഏതോ ഒന്നിന്റെ എറർ ചോദ്യ പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മൾ നോർമലി സ്ക്രൂ ഗേജ് ആയിരുന്നു ചെയ്യുന്ന, വെർണിയർ എന്നാണ് ഇത്തവണ വന്നത്. സോ അങ്ങനെ എന്തായാലും അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ഓവറോൾ ഒന്ന് നോക്കിയാൽ, ഒരു സെക്കൻഡ് എല്ലാവരും ശ്രദ്ധിച്ചാടാ, ഞാൻ പറയാം. ഫസ്റ്റ് നിങ്ങൾ ഓൺലൈൻ ഡേ സെറ്റ് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യണം, അതുകൂടെ തന്നെ അഡ്വാൻസ് പ്രോബ്ലംസും അവിടെ ഉണ്ടാവും, അതും സെറ്റ് ചെയ്യണം, ക്ലാസ് റൂം ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യണം, NCERT ക്രാക്കർ സെറ്റ് ചെയ്യണം. ഇത്രയാവുമ്പോഴേ ഒരു ഡേ കഴിയുക ഒരു സബ്ജക്റ്റിന്റെ. മനസ്സിലായോ? ഇതില് ഒരെണ്ണം സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ബാക്കിയെല്ലാം സിമ്പിൾ ആയിരിക്കും. ഒരു ബേസ് നിങ്ങളുടെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ലൈൻ ബൈ ലൈൻ വന്നോളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ ഡേയിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ദെൻ PYQ ബുക്ക് തന്നിട്ടുണ്ട്, ആ ടോപ്പിക്ക് നിങ്ങൾ ചെയ്താൽ അതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ദെൻ അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ലാസ്റ്റിലുണ്ട് അല്ലെ, ലാസ്റ്റിൽ ആ ക്വസ്റ്റ്യൻസ് കിട്ടും. ഇതും കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട്, ക്ലാസ് റൂമിലെ പ്രീവിയസ് ഇയർ JEE മെയിന്റെ ക്വസ്റ്റ്യൻസ് ക്ലാസ് റൂമിൽ ചെയ്യിക്കും. ഇത് കഴിഞ്ഞാലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, NCERT അത് കംപ്ലീറ്റ്ലി ക്രാക്കർ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇത്രയും സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞത്, ഇതിൽ മൊത്തവും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 400+ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒരു ചാപ്റ്ററിൽ നിന്ന്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന പാർട്ടിൽ നിന്ന്. അതിനപ്പുറം ഒന്നും അതിനകത്ത് ചെയ്യാനില്ല. എല്ലാ ടൈപ്പ് ചോദ്യം, അഡ്വാൻസ് ലെവൽ വരെയുള്ള എല്ലാ ടൈപ്പ് ചോദ്യം, മാക്സിമം പ്രോബ്ലംസ് ചെയ്യാന്നുള്ളതാണ് എൻട്രൻസിന്റെ കീ എന്ന് പറയുന്നത്. അത് അവിടെ ഉണ്ടാകും.
ഈ ഒരു ഓർഡർ വേണം നിങ്ങൾ ചെയ്ത് പോകാൻ വേണ്ടി. ഓൺലൈൻ ചെയ്യുക, വൈകുന്നേരം PYQ ചെയ്യുക, ക്ലാസ് റൂമിൽ വന്ന് അഡ്വാൻസ് പ്രോബ്ലംസ് ചെയ്തു വരിക, നേരെ എന്ത് ചെയ്യുക, ക്ലാസ് റൂം ക്വസ്റ്റ്യൻസും NCERT ക്രാക്കറും. ഇത്രയും തീർത്താൽ പരിപാടി കഴിഞ്ഞു. ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് അടുത്ത 180 days 6 months നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് റിവിഷന് വേറൊരു മെറ്റീരിയൽ തരും, ഷോർട്ടർ റിവിഷന് വേണ്ടിയുള്ള മെറ്റീരിയൽ തരും. അതും കൂടെ കൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്ര എഫേർട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത്ര എഫേർട്ട് നിങ്ങൾ എടുക്കണം. നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ ഇവിടുന്ന് ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള എയിംസ് IIT-യിലേക്ക് കയറി പോകാൻ വേണ്ടി നിങ്ങൾ തയ്യാറായാൽ ഞങ്ങൾ റെഡിയാണ്. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും റെഡിയാണ്, എൻ്റെ ടീമും റെഡിയാണ്. ഇനി വേണ്ടത് ആത്മാർത്ഥമായിട്ട് എഫേർട്ട് എടുക്കേണ്ട മനസ്സാണ്. ആ മനസ്സ് നിങ്ങൾക്കുള്ളിലുണ്ട്. 4ാം ക്ലാസ്സിലൊക്കെ വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക, തറാന്ന് പറഞ്ഞാൽ തറാന്ന് പറയും, പറാന്ന് പറഞ്ഞാൽ പറാന്ന് പറയും അല്ലേ? ഒരു കുട്ടി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു, അന്നന്ന് പഠിച്ച് തീർക്കണമെന്നുള്ള മനസ്സുള്ള ഒരു 4ാം ക്ലാസ്സുകാരൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. എല്ലാം പഠിച്ച് തീർക്കണമെന്ന്. എവിടെയോ വെച്ചത് നഷ്ടപ്പെട്ടു പോയി. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ വെച്ചത് നഷ്ടപ്പെട്ടു പോയി. +2 എത്തിയപ്പോൾ മൊത്തം പോയി. ഇനി ആ ആളെ തിരിച്ചു കൊണ്ടുവരണം. ഞാൻ പറയാം, എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ എത്തുന്ന ഒരു കുട്ടി 4ാം ക്ലാസ്സുകാരന്റെ മനസ്സോടുകൂടി വേണം ക്ലാസ്സിൽ വരാൻ. എല്ലാം കേൾക്കാനും എല്ലാം അക്സെപ്റ്റ് ചെയ്യാനും ആ പ്ലാൻ ഫോളോ ചെയ്യാനും അന്നെന്നുള്ളത് അന്നന്ന് തീർക്കണമെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു 4ാം ക്ലാസ്സുകാരനെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ ഇവിടെ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അടുത്ത വർഷത്തെ സൈലം അവാർഡ്സിൽ ആൻഡ് അതിനൊക്കെ അപ്പുറത്തേക്ക് അടുത്ത വർഷത്തെ ഒരു IIT-യുടെ ഓപ്പണിംഗ് ഡേയിൽ, അല്ലെങ്കിൽ എയിംസിലെ ഓപ്പണിംഗ് ഡേയിൽ, അല്ലെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിന്റെ ഓപ്പണിംഗ് ഡേയിൽ, അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ ഓപ്പണിംഗ് ഡേയിൽ നിങ്ങളുടെ പേരൻസുമായിട്ട് അഡ്മിഷൻ ലെറ്ററുമായിട്ട് നിങ്ങൾ ആ ഒരു വരാന്തയിൽ ക്ലാസ് റൂമിലേക്ക് കയറാൻ വേണ്ടി അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് എഫേർട്ട് എടുക്കുക. ഞങ്ങളും ഉണ്ടാകും. നമ്മൾ ഒരുമിച്ച് ഈ ഒരു വർഷം മുമ്പോട്ട് പോകും, ആ ലക്ഷ്യം നേടിയെടുക്കും. ഫുൾ സപ്പോർട്ടുമായിട്ട് ദി എൻറ്റയർ ടീം ഉണ്ടാകും. നമ്മൾ ഹോസ്റ്റൽ സോർട്ട് ചെയ്യുന്നു ഒക്കെ പറഞ്ഞ, ക്ലാസ് റൂം സോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞത് എനിക്ക് വേണ്ടിയോ ടീച്ചേഴ്സിന് വേണ്ടിയോ അല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആളെയും ഏറ്റവും മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള 100% എഫേർട്ടുമായിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടാകും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ.